ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. ഇന്ന് ഒരു പുതിയ സ്റ്റോറിയാണേ. തുടങ്ങാം. എൻ്റെ പേര് നിയാസ്. വീട്ടിൽ നിച്ചു എന്ന് വിളിക്കും. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ്. ബൈത്തുൽ അമാൻ എന്നാണ് എൻ്റെ വീടിൻ്റെ പേര്. അറബി വാക്കാണെന്ന് കേൾക്കുമ്പോൾ മനസ്സിലാകുമല്ലോ. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഭവനം, അതാണ് ബൈത്തുൽ അമാൻ എന്നതിൻ്റെ അർത്ഥം. എൻ്റെ വാപ്പായുടെ പേര് ജലീൽ. വാപ്പ കൂടാതെ വാപ്പാക്കൊരു അനിയനും ഏട്ടനും ഒരനിയത്തിയും ഉണ്ടായിരുന്നു ഇവിടെ. എല്ലാവരും ഫാമിലി ആയതിനു ശേഷം മൂത്താപ്പയും അമ്മായിയും വേറെയാണ് താമസം. ഇപ്പോൾ അവിടെ ഞങ്ങളും എന്ന് പറഞ്ഞാൽ വാപ്പയും ഉമ്മയും അനിയത്തി, ഞാൻ, പിന്നെ കുഞ്ഞാപ്പയും കുടുംബവും. അപ്പോൾ വീട്ടിലേക്ക് പോകാം. ഡാ നിച്ചു, ഡാ എണീക്കാൻ. എടാ നിന്നോടാ പറഞ്ഞേ, വെള്ളം കോരി ഒഴിക്കും ഞാൻ തലയിൽ. ഡാ എണീക്ക്. ഈ കിടന്ന് കാരണതാണ് എൻ്റെ ഉമ്മച്ചിക്കുട്ടി ഷാഹിന. നല്ല മൊഞ്ചത്തിയാട്ടോ, എൻ്റെ ജീവനാണ് എൻ്റെ ഉമ്മി. എന്താണ് ഉമ്മി, മനുഷ്യന് ഉറക്കയിലെന്ന് വല്ല നേർച്ച വെച്ചിട്ടുണ്ടോ? നിന്നോട് എണീക്കാൻ പറഞ്ഞ വേഗം റെഡിയായി വാ. കോളേജിൽ അഡ്മിഷൻ ഡേറ്റ് പറഞ്ഞത് ഇന്നാ. നീ മറന്നാ? ഉപ്പ വിളിച്ചിട്ടുണ്ടായി. ഇപ്പോൾ വീട്ടിൽ ഞങ്ങളും കുഞ്ഞും പിള്ളേരുമുള്ളൂ. വാപ്പിയും കുഞ്ഞാപ്പയും ഖത്തറില. അവരവിടെ ബിസിനസ്സാണ്. ഇതിപ്പോൾ വാപ്പീൻ്റെ കെയർ ഓഫിൽ തൃശ്ശൂർ കുറച്ചപ്പുറം എനിക്ക് MBAക്ക് അഡ്മിഷൻ റെഡിയാക്കി. അതാണ്. അതിനിപ്പോഴോ പോണേ ഉമ്മി? വേഗം റെഡിയായി വന്നേ, കൊഞ്ചാണ്ട് നീ. ഓ ചെല്ല്, ഞാൻ വരാം. വേഗം വന്നോട്ടോ അനിച്ചു, അല്ലെങ്കിലേ ഞാനാണ് നിന്നെ ചീത്തയാക്കുന്ന എന്നാ പറയുന്ന എല്ലാവരും. ഓ എൻ്റെ ഷാഹിക്കുട്ടി, പോയി റെഡി ആയിക്കോ, ഞാനിപ്പോൾ വരാം. ബാത്റൂമിലെ കലാപരിപാടികൾ കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ദേ നിൽക്കണം ഒരെണ്ണൻ റൂമിൽ. വേറെ ആരും അല്ലാട്ടോ, എൻ്റെ അനിയത്തിക്കുട്ടിയാണ്. പേര് നിൻസി. BA മലയാളം സെക്കൻഡ് ഇയർ ആണ്. ഡീ പോത്തെ, നീ പോയില്ലേ ഇന്ന് കോളേജിൽ? ഇല്ല, എപ്പോഴും പോയാൽ ബോറടിക്കൂലേ, അതുകൊണ്ട് പോയില്ല. ഓ തമാശ, ഇത്രയും ചിരിച്ചാൽ മതിയാ? പോടാ ഉമ്മി, ഈ കൊരങ്ങൻ റെഡി ആവണില്ലാട്ടാ, വെറുതെ നിൽക്കുകയാണ്. ഡീ നിന്നെ ഞാൻ... അയ്യോ, പറഞ്ഞു തീർന്നില്ല. അതിനു മുന്നേ അവളെൻ്റെ ടവൽ വലിക്കലും ഊരലും ഓടലും അപ്പോൾ തന്നെ കഴിഞ്ഞു. ഭാഗ്യം ചെട്ടിയിട്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം തീർന്നേനെ. കാന്താരി, എൻ്റെ കയ്യിൽ കിട്ടും നിന്നെ. കാര്യം ഞങ്ങൾ കണ്ടാൽ തല്ലുപിടുത്താണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടില്ലേ, അപ്പം ടെൻഷനാണ് രണ്ടിനും. ഡ്രസ്സ് മാറി അടിയിൽ ചെല്ലുമ്പോൾ കുഞ്ഞുമ്മ മോന് ഫുഡ് കൊടുക്കുന്നു. മോനെന്ന് പറഞ്ഞാൽ 19 വയസ്സുണ്ട്, പക്ഷേ 8 വയസ്സിൻ്റെ വളർച്ചയുള്ളൂ. കുഞ്ഞുമ്മാൻ്റെ പേര് ഐഷ, മോൻ്റെ പേര് റാമിസ്. പിന്നെ ഒരു മോളുണ്ട് റംസിയ, അവൾ +2 പഠിക്കുന്നു. കഴിക്ക് റമി മോനെ, ഉമ്മാടെ മുത്തല്ലേ, കുഞ്ഞുമ്മ പറഞ്ഞു. മതി, എനിക്ക് വേണ്ട. ഹായ് കാക്ക. കഴിക്ക് റമി കുഞ്ഞു, ഉമ്മി എന്തേ? കുഞ്ഞുമ്മ പറഞ്ഞു. ഇത്ത ഇപ്പോൾ ഇവിടെ ഉണ്ടായതാണല്ലോ. ആ ദേന, ഇത്ത നിങ്ങൾ ഉച്ചയ്ക്ക് മുമ്പ് എത്തൂലേ? ഒന്നും പറയാൻ പറ്റൂല ഐഷ, തൃശ്ശൂരും കഴിഞ്ഞ് പോകണ്ടേ. പാലക്കാട് ജില്ലയിലാണ് കോളേജ്, പിന്നെ അവിടെ തൊട്ടടുത്തല്ലേ അവരുടെ വീട്. വൈകാണേ അവിടെ നിന്ന് കഴിക്കുക. നിച്ചു കഴിഞ്ഞാ? ആ ഉമ്മി കഴിഞ്ഞു, താക്കോലെടുക്കട്ടെ? അപ്പോൾ ഉമ്മി പറഞ്ഞു. ഹലോ സാർ, ബൈക്കിൻ്റെ ചാവി അവിടെ വെച്ചേക്ക്, കാർ എടുത്താൽ മതി. എന്താണ് ഉമ്മി, ബൈക്കിന് പോകാം. നീ ഒന്ന് പോയേ നിച്ചു, 10-45 കിലോമീറ്റർ എനിക്ക് പറ്റൂല. ശരി, കാർ എടുത്തിടട്ടെ. റമിക്കുട്ട, മൂത്ത് പോയിട്ട് വരട്ടെ. ഉമ്മ ഒന്ന് വാ ഉമ്മ ഇങ്ങോട്ട്. ഞാനും ഉമ്മിയും ബലോനയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉമ്മി സുന്ദരിയായിട്ടുണ്ടല്ലോ. വെറുതെ പറഞ്ഞല്ലാട്ടാ, എൻ്റെ ഉമ്മി ശരിക്കും മൊഞ്ചത്തിയാണ്. ഒരുപാടങ്ങ് സുഖിപ്പിക്കല്ലേ നിച്ചു, നീ കാര്യം പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. കണ്ടുപിടിച്ച് കളഞ്ഞല്ലേ കൊച്ചു കള്ളി. നീ എൻ്റെ മോനല്ലേ, 20 വർഷമായില്ലേ മുത്തേ നിന്നെ കാണണേ, പറ കൊഞ്ചാണ്ട്. ഉമ്മി, ഞാൻ മൂത്താപ്പടുത്തും അമ്മായിടത്തും നിൽക്കൂല, ഞാൻ ബൈക്കിന് ഡെയിലി പോയി വന്നോളാം. നടക്കൂല നിച്ചു, എനിക്ക് നിൻ്റെ വാപ്പിക്ക് മനസ്സമാധാനം ഉണ്ടാകില്ല. അതൊഴിച്ച് വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ മോൻ പറഞ്ഞോ. വേറൊന്നുമില്ല, മുഖം മാറിയ പോലെ അല്ലെങ്കിലും എനിക്കറിയാം ഞാൻ അവിടെ നിൽക്കണേ നിങ്ങൾക്കൊന്നും ഇഷ്ടമല്ലെന്ന്. അങ്ങനെയാണോ നീ വിചാരിച്ചേക്കണേ? ഞാൻ നോക്കുമ്പോൾ ഉമ്മി കരയുന്നു. എന്താണ് ഉമ്മി, എൻ്റെ ഷാഹിക്കുട്ടി ഇങ്ങനെ കരയല്ലേ, ഞാൻ എവിടെ വേണേലും നിൽക്കാം. ഉമ്മി കരയണത് എനിക്ക് സഹിക്കില്ല. ഞാൻ വണ്ടി സൈഡ് ഒതുക്കി.
എനിക്കും എൻ്റെ മോനെ കാണാണ്ടിരിക്കാൻ പറ്റൂല. ഞാൻ ഉമ്മയുടെ കണ്ണ് തുടച്ചു കൊടുത്തു. മതി, വേഗം പോവാം. വണ്ടി പാഞ്ഞ് തൃശ്ശൂർ കഴിഞ്ഞ് കോളേജ് എത്തി. ഞങ്ങൾ ഇറങ്ങി. കൊള്ളാലോ, കാണാനൊക്കെ നല്ല ലുക്കുണ്ട്. ഇതുപോലെ വല്ലവരും ഉണ്ടായാൽ മതിയായിരുന്നു. അകത്ത് കയറി ഉമ്മി ചോദിച്ചു, ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. പ്രിൻസിപ്പലിൻ്റെ റൂം എവിടെയാ? ഗോ സ്ട്രേറ്റ്, ടേൺ ലെഫ്റ്റ്. ന്യൂ അഡ്മിഷൻ ആണോ? അതെ, ഇതാണ് ആള്, നിയാസ്. ഓ, നിങ്ങളെ സാറ് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. വാ. അടാറായിട്ടാണല്ലോ ഇത്. പടച്ചോനെ, എൻ്റെ ടീച്ചറായാൽ മതിയായിരുന്നു. സൂപ്പർ ബാക്ക്. പെട്ടെന്നാണ് ടീച്ചർ തിരിഞ്ഞു നോക്കിയത്. ദഹിപ്പിച്ചൊരു നോട്ടവും. ഞാൻ ആകെ ചമ്മി നാറിയ പോലെയായി. ഭാഗ്യം ഉമ്മി കണ്ടില്ല. എന്നാലും ഏതാണ്ടൊരു ഗായത്രി അരുണിനെ പോലുണ്ട്. ഞങ്ങൾ പ്രിൻസിയുടെ റൂമിലേക്ക് കയറി. പ്രിൻസിയെ കണ്ട് എൻ്റെ പകുതി ജീവൻ പോയി. കറുത്ത കരിമുട്ടി ഒരു ജിമ്മൻ. ഞങ്ങളെ കണ്ട പാടെ, ഇരിക്ക്, ജലീലിൻ്റെ ഫാമിലി അല്ലേ? ഉമ്മ പറഞ്ഞു. ഇക്ക പറഞ്ഞിട്ടുണ്ടായി. എൻ്റെ പേര് കരീം. ജലീലിൻ്റെ ഫാദർ വഴിയാണ് അറിയുന്നത്. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി. മൈ നെയിം ഈസ് നിയാസ്. ഓക്കെ, സർട്ടിഫിക്കറ്റ് തരൂ. ഞാൻ കൊടുത്തപ്പോഴേക്കും എൻ്റെ കൈ വിറയ്ക്കായിരുന്നു. അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പോകുകയാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, അപ്പോൾ എൻ്റെ പേര് ഇന്ദു. ഞാനായിരിക്കും നിയാസിൻ്റെ ക്ലാസ് ടീച്ചർ. ഉമ്മി, ടീച്ചറിൻ്റെ നമ്പർ തന്നേക്ക്, എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കാമല്ലോ. ഓ, അതിനെന്താ. അവർ പരസ്പരം നമ്പർ കൈമാറി. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ടീച്ചർ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഞാനും നോക്കി ചിരിച്ചു. ഞങ്ങൾ നേരെ കുന്നംകുളത്തേക്ക് വിട്ടു. അവിടെയാണ് എൻ്റെ മൂത്താപ്പാടെയും അമ്മായിയുടെയും വീട്. അവരടുത്തടുത്താണ് വീട് പണിഞ്ഞേക്കുന്നത്. മൂത്താപ്പയുടെ പേര് ഹംസ. ഒരു ഇലക്ട്രോണിക് ഷോപ്പ് നടത്തുകയാണ്. ഭാര്യ സുഹറ. 3 മക്കളാണ്, 2 പെണ്ണും 1 ആണും. മൂത്തത് ഹാഷിം, കല്യാണം കഴിഞ്ഞു. ഭാര്യ ഫർസാന, 2 പിള്ളേരുണ്ട്. രണ്ടാമത്തേത് ഹസ്ന, ഓക്ക് എൻ്റെ പ്രായമാണ്. കല്യാണം കഴിഞ്ഞു. ഭർത്താവ് മുജീബ് ദുബായിലാണ്. അവർക്കൊരു മോനുണ്ട്. മൂന്നാമത്തേത് ഹാഷ്മി, +2 പഠിക്കുന്നു. ഇനി അമ്മായിയുടെ പേര് ജാസ്മിൻ. മാമായുടെ പേര് ബഷീർ, തുണിക്കട നടത്തുന്നു. 2 പേരും കടയിലേക്ക് പോകും എപ്പോഴും. 2 പിള്ളേരാണ്. ഹാദിയ +2 ആണ്. ബയാൻ +1 പഠിക്കുന്നു. പിന്നെ അവിടെ മാമായുടെ ഉപ്പയുണ്ട്, അബ്ബാസ് മൗലവി. അപ്പോൾ ഞാനും ഉമ്മിയും നേരെ മൂത്താപ്പാടെ വീട്ടിൽ വണ്ടി നിർത്തി. ഇത്താ. ഉടനെ ഷാഹിന ഓടി വന്ന് ഉമ്മിയെ കെട്ടിപ്പിടിച്ചു. ഞാൻ അകത്തേക്ക് കയറി. ഞാൻ മനസ്സിൽ ആലോചിച്ചു, എന്താണിത്? ആനക്കുട്ടിയാ? മൂത്തുമ്മ, ഡാ, നീ എന്താ വലിയ ആളായ? കണ്ടാ, നോക്കാണ്ട് അകത്തേക്ക് കയറിപ്പോയത് കണ്ടാ അവൻ? അപ്പോൾ ഉമ്മ ഇടപെട്ടു. അതവന് നാണായിട്ടല്ലേ ഇത്താ? ഞാൻ പറഞ്ഞു, അതുകൊണ്ടല്ല, നിങ്ങൾ രണ്ടും കെട്ടിപ്പിടിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ജാമാകണ്ടല്ലോ. ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു. മൂത്തുമ്മ, ഡാ, നിന്നെ ഞാൻ ഇവൻ്റെ വർത്താനത്തിന് കുറവൊന്നുമില്ല കേട്ടാ. ഉമ്മി, കുറവല്ല, കൂടുതലല്ലേ ഉള്ളൂ. അവർ കത്തി വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അടുത്ത റൂമിൽ നിന്ന് ഇത്താത്ത ഇറങ്ങി വന്നു കുഞ്ഞായിട്ട്. ഞാൻ ചോദിച്ചു, ഇത്താത്ത സുഖമാണോ? മിന്നുനെ ഞാൻ എടുക്കാം. ഫർസാന പറഞ്ഞു, ഡാ, നോക്കി. അവനെവിടെ? ചിഞ്ചു. അവൻ ഉറങ്ങിയടാ. അവനെ സ്കൂളിൽ ചേർക്കുന്നില്ലേ ഇത്താത്ത? ഇല്ലടാ, അടുത്ത കൊല്ലം നോക്കണുള്ളൂ. ഉമ്മയും മൂത്തുവും അങ്ങോട്ടേക്ക് വന്നു. എന്തായി കുഞ്ഞുമ്മ ഇവൻ്റെ കാര്യം? ഞങ്ങൾ അത് തന്നെ പറയായിരുന്നു മോളെ. തിങ്കളാഴ്ച ക്ലാസ് തുടങ്ങും. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. ചെറിയൊരു വിഷമം. ഇതുവരെ മാറി നിന്നിട്ടില്ലല്ലോ അവൻ. ഒരു നല്ല കാര്യത്തിനല്ലേ, സാരില്ല കുഞ്ഞുമ്മ. മൂത്തു, ഞാൻ ഇവളോട് പറഞ്ഞിട്ട് കേൾക്കണ്ടേടാ. നിച്ചു, ഉമ്മീനെ ടെൻഷൻ അടിപ്പിക്കാതെ ഞായറാഴ്ച പോരിങ്ങോട്ട്. അയ്യോ ഇത്താ, ദേ ഇവൾ കരച്ചിൽ തുടങ്ങി. ഉമ്മയുടെ മിന്നൂസേ, പാപ്പം വേണോ മുത്തിന്? എൻ്റെന്ന് വാങ്ങിയിട്ട് നൈറ്റിയുടെ സിബ് താഴ്ത്തി കുഞ്ഞിന് പാല് കൊടുക്കാൻ തുടങ്ങി. സോഫയിലെ ഇപ്പുറത്തെ സൈഡിലാണ്.
ഇത്താത്ത ഇരിക്കുന്നത് നോക്കണ്ട എന്ന് വെച്ചിട്ടും അറിയാതെ നോക്കിപ്പോയി. നടി വേദികയുടെ അതേ ഷേപ്പും കളറുമാണ് ഫർസാന ഇത്താത്തക്ക്. എന്താണ് പടച്ചോനെ എൻ്റെ കണ്ണങ്ങോട്ട് പോണത്? ഏയ് ശരിയാകൂല. ഞാൻ വേഗം മുഖം വെട്ടിച്ചു. പിന്നെയും ആ നൈറ്റിലേക്കാണ് പോകുന്നത് കണ്ണ്. ഹോ, എന്ത് വെളുപ്പാണ് ഇത്താട് അവിടൊക്കെ. പെട്ടെന്നാണ് എൻ്റെ ഇത്താടെയും കണ്ണുകൾ ഉടക്കിയത്. ഞാൻ പിന്നെയും താഴെ നോക്കിയിരുന്നു. ഉമ്മി പറഞ്ഞു, ഇവനിക്കെന്തു പറ്റി? നീ എന്താ താഴെ നോക്കിയിരിക്കുന്നേ? ഒന്നുമില്ല ഉമ്മി, നമുക്ക് പോകാം. മൂത്തു, പോകാനോ? ചോറ് കഴിച്ചിട്ട് പോകാം. ഞാനൊന്നും മിണ്ടാതെ എണീച്ച് ഇറയത്തേക്ക് പോയി. വെറുതെ കസേരയിലിരുന്ന് മയങ്ങിപ്പോയി. ഫർസാന ഇത്ത് വന്ന് തട്ടി വിളിച്ചപ്പോഴാണ് എണീറ്റത്. എന്താണിത്, ഉറങ്ങിപ്പോയാ സാറേ? പക്ഷേ എൻ്റെ നോട്ടം വന്ന് നിന്നത് അസ്ഥാനത്താണ്. ഫർസാന ഇത്താത്ത ഷോളിട്ടാണ് നിപ്പെങ്കിലും കണ്ണുകൾ ഉടക്കി നിന്നത് അവിടേക്കാണ്. എന്താണിത്താ, ദാ വരണം. ഇത്താടെ മുഖത്ത് ഒരാക്കിയ ചിരിയുണ്ടോ ആവോ? ആഹാ, നല്ല ബീഫ് കറിയും ചോറും ചിക്കൻ ഫ്രൈയും. എൻ്റെ നോട്ടം പിന്നെ വേറെ എവിടെയും പോയില്ല, കറക്റ്റ് പ്ലേറ്റിൽ തന്നെ. എൻ്റെ തീറ്റ കണ്ടിട്ട് ഉമ്മയും മുത്തുവും ഇത്തയും ചിരി തുടങ്ങി. നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. ഭക്ഷണം കഴിഞ്ഞ് ഞാനും ഉമ്മയും പോകാനായി ഇറങ്ങി. അപ്പോഴാണ് ബഷീർ മാമാടെ വാപ്പ അങ്ങോട്ട് വന്നത്. ബഷീർ മാമാടെ വാപ്പ എന്ന് പറയുന്നത് ഉമ്മയുടെ മാമായാണ്. അമ്മായിയും മാമയും പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. ഷാഹിന മോളെ, എന്തോരം നാളായി മോളെ കണ്ടിട്ടെന്നും പറഞ്ഞ് ഉമ്മയെ കെട്ടിപ്പിടിച്ചു. ഞാൻ നോക്കുമ്പോൾ അയാളുടെ കൈ ഉമ്മയുടെ സാരിയുടെ പുറത്തുകൂടി ഇഴയുകയാണ്. പുറത്തു നിന്ന് നടുവിലേക്ക് പോവുകയാണ്. ഇനി പോയാൽ ശരിയാകൂല, ഉമ്മീനെ വിളിക്കണം. ഉമ്മി വാ, പോകാം. ഉമ്മി എന്നെ കണ്ണുരുട്ടി കാണിച്ചു. നിക്കി നിച്ചു. അപ്പോൾ പതിയെ അയാൾ ഉമ്മിയെ വിട്ട് എന്നെ കെട്ടിപ്പിടിച്ചു. അറിയോ വെല്ലുപ്പാനെ? പിന്നെ അറിയാലോ. ഞാൻ മനസ്സിൽ കരുതി, ഇയാൾ എന്ത് പിടുത്തയാണ് പിടിക്കണേ. ഞാൻ ഒരുവിധം വിടുവിച്ച് വണ്ടിയിലേക്ക് കയറി. ഉമ്മിയും യാത്ര പറഞ്ഞ് കയറി. ആ കൂട്ടത്തിൽ ഞാൻ തിരിഞ്ഞത് ഫർസാനത്തെയാണ്. ഞാൻ നോക്കുമ്പോൾ പുള്ളിക്കാരി നോക്കി ചിരിക്കുന്നു. അപ്പം ശരി. ഞങ്ങൾ അവിടുന്ന് നേരെ വീട്ടിലേക്ക് തിരിച്ചു വിട്ടു. ഇന്ന് വെള്ളി, ശനി, ഞായർ. ഞായറാഴ്ച അങ്ങോട്ടേക്ക് പോകണോ അല്ലേ ഉമ്മി? എന്തായാലും പോയേ പറ്റൂ. വെറുതെ വാപ്പിയുടെ നിന്ന് ചീത്ത കേൾക്കണോ എൻ്റെ മോനോ? വേണ്ടുമ്മി, ഞാൻ പൊക്കോളാം. ഞാൻ നോക്കുമ്പോൾ ഉമ്മി ഇരുന്ന് ചിരിക്കുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് കയറി. ഉമ്മി റമിക്ക് ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ ഞങ്ങളെ വീട്ടിൽ കയറ്റൂല. വീട്ടിൽ കയറിയ പാടെ റമി ഉമ്മാടെ മേത്തേക്ക് ചാടി കയറി. മൂത്തു, മിഠായി എവിടെ? താ എനിക്ക്. ഇന്നാടാ കൊതിയാ, പോയി തിന്നോ. എൻ്റെ സാരി ചുളുക്കല്ലേ. കുഞ്ഞുമ്മ അപ്പം കിച്ചണിൽ നിന്നും വന്നു. എന്താ ഇത്താ പോയ കാര്യം? ഉമ്മി സോഫയിലേക്ക് ചാരിയിരുന്നു. അപ്പോൾ തന്നെ റമി ഉമ്മിയുടെ മടിയിൽ പോയി കിടന്നു. ഉമ്മി ചിരിച്ചുകൊണ്ട് അവൻ്റെ മുടി തലോടിക്കൊണ്ടിരുന്നു. അതൊക്കെ ഓക്കെ ആയി യേശു. ഇവൻ അവിടെ നിൽക്കണ കാര്യത്തിലാണ് ആകെ മൂഡ് ഔട്ടായിരിക്കുന്നത്. അങ്ങനെ ഒന്നുമില്ല കുഞ്ഞു, കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാൻ ഈ സാരി ഒന്ന് മാറ്റിയിട്ട് വരാം. അപ്പോൾ റമി കരയാൻ തുടങ്ങി. പോകല്ലേ മൂത്തു. ഈ കുഞ്ഞുമ്മ ചോദിച്ചു, എന്തിനാ റമി വെറുതെ കരയണേ? എന്നാൽ ഞാനും വരും മൂത്തുവിൻ്റെ കൂടെ. കരയണ്ട, വാ പോരെ, ഇവൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ഉമ്മി അവനെ വിളിച്ചു. കുഞ്ഞുമ്മ പറഞ്ഞു, ഇത്താക്ക് അങ്ങനെ വേണം, ചെറുപ്പത്തിലെ അവനെ ശീലിപ്പിച്ചിട്ടല്ലേ. അത് സാരമില്ല, അവൻ എൻ്റെ മോനല്ലേ, ഞാൻ ഇപ്പോൾ വരാം, വാ റമി. കുഞ്ഞുമ്മ എന്നോട് ചോദിച്ചു, അത് വിട്, നിനക്കെന്താ അവിടെ നിന്നാലെന്നും പറഞ്ഞ് സോഫയിൽ എൻ്റെ കൂടെ ഇരുന്നു. പഴയ ചിന്തകൾ പിന്നെ ഉടലെടുത്തല്ലോ. കുഞ്ഞുവിൻ്റെ മേത്തുനിന്ന് ഒരു മത്ത് പിടിപ്പിക്കുന്ന മണം എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി. കുഞ്ഞുമ്മയെ കാണാൻ കാവ്യമാധവൻ്റെ ലുക്കാണ്. കാവ്യേക്കാൾ നിറവും ശരീരവും ഉണ്ട് കുഞ്ഞുമ്മക്ക്. വീട്ടിലെപ്പോഴും ബനിയൻ ടൈപ്പ് നൈറ്റിയാണ് കുഞ്ഞായും ഉമ്മിയും ഇടുന്നത്. അതൊന്നുമില്ല കുഞ്ഞാ, എനിക്കവിടെ പോയാൽ എൻ്റെ ഉമ്മീനെയും കുഞ്ഞുവിനെയും മിസ്സാകും എന്നും പറഞ്ഞ് ഞാൻ കുഞ്ഞാടെ മടിയിലേക്ക് കിടന്നു. എനിക്ക് എൻ്റെ ഉമ്മയും കുഞ്ഞായും ഒരുപോലെയാണ്, അതുകൊണ്ട് ഞാൻ രണ്ടുപേരുടെ മടിയിലും കിടക്കാറുണ്ട്.
കുഞ്ഞ് എൻ്റെ തല മസാജ് ചെയ്തുകൊണ്ട് പറഞ്ഞു, അതിന് നിച്ചുക്കുട്ട എല്ലാ ദിവസവും അവിടെ നിൽക്കണ്ടല്ലോ. എല്ലാ വെള്ളിയാഴ്ചയും നിനക്കിവിടെ വന്ന് ഞായറാഴ്ച പോയാൽ മതിയല്ലോ, പിന്നെന്താ? ഓ, ഇപ്പോൾ എന്നെ ആർക്കും വേണ്ട. ഞാൻ എണീച്ച് പോകാൻ പോയപ്പോൾ കുഞ്ഞ് പിന്നെയും പിടിച്ചിരുത്തി. ആ ഇരുത്തത്തിൽ ഞാൻ ചെന്നിടിച്ചത് കുഞ്ഞാടെ അവിടെയാണ്. ഞാൻ മനസ്സിലോർത്തു, ഇതെന്താ പഞ്ഞിക്കെട്ടോ? അങ്ങനെയാണോ നിച്ചു ഞാൻ പറഞ്ഞേ? റമിയാണെങ്കിൽ അങ്ങനെ, നീയും കൂടെ ഇങ്ങനെ ആയാൽ ഞങ്ങൾക്ക് ആരാ ഉള്ളേ എന്നും പറഞ്ഞ് കുഞ്ഞ് കരയാൻ തുടങ്ങി. അയ്യേ, ഇത്രയേ ഉള്ളോ ഈ ചുന്ദരിക്കുട്ടി? ചുമ്മാ പറഞ്ഞതല്ലേ. ദേ, ഞാൻ ഹാപ്പിയായി പോരെ. ഞാൻ കുഞ്ഞാടെ കണ്ണ് തുടച്ചു കൊടുത്തു. കുഞ്ഞ എൻ്റെ കവിളിൽ ഒരു ഉമ്മ തന്നു. ഞാൻ നേരെ മോളിലേക്ക് പോയി, റൂമിലേക്ക്. ഈ സമയം അടിയിലെ മുറിയിൽ ഷാഹിന. റമിക്കുട്ട, കുട്ടൻ ഇവിടെ ഇരിക്ക്, മൂത്തു ഡ്രസ്സ് മാറ്റട്ടെ. റമി ഡയറി മിൽക്ക് തിന്നുകൊണ്ട് ഇരുന്നു. ഷാഹിന പയ്യെ തൻ്റെ ഹിജാബ് അഴിച്ചു. തൻ്റെ പിങ്ക് കളർ സാരിയും ബ്ലൗസും അഴിച്ചു. ഷാഹിന നോക്കുമ്പോൾ ചെക്കൻ്റെ നോട്ടം തൻ്റെ മേനിയിലേക്കാണ്. പടച്ചോനെ, ഇവനെ എങ്ങനെയും മാറ്റണമല്ലോ, അല്ലെങ്കിൽ വേണ്ട, പാവം അവനിക്കൊന്നും അറിയില്ലല്ലോ, വയ്യാത്ത കുട്ടിയല്ലേ. ഷാഹിന തിരിഞ്ഞു നിന്ന് അവളുടെ വസ്ത്രം മാറി. പെട്ടെന്ന് തന്നെ റമി ചാടി എണീറ്റ് ഷാഹിനാനെ പിടിച്ചു. മൂത്തു, എനിക്ക് പാപ്പം വേണം മൂത്തുവിൻ്റെ കുമ്പായിന്ന്. അവൻ കരയാൻ തുടങ്ങി. എൻ്റെ റമ്പേ, ഞാൻ പെട്ടല്ലോ. റമിക്കുട്ട, മൂത്തുവിൻ്റെ കുമ്പായിൽ പാപ്പം ഇല്ലടാ കുട്ട. ഇല്ല, ഉണ്ട്, എനിക്ക് വേണം. പാവം, ഇവനെ എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും? ശരി, മൂത്തു ഇപ്പം വരാം, മോൻ ബാത്റൂമിലേക്ക് പൊക്കോ. വേണ്ട. ഷോ, ഐഷാനോട് പറയാനും പറ്റൂലല്ലോ. ഈ ചെക്കൻ വേണ്ടാത്ത ശീലം പഠിപ്പിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. വാ, കയറ്. ഷാഹിന ടവലെടുത്ത് അവനെയും കൊണ്ട് ബാത്റൂമിലേക്ക് കയറി. മൂത്തു കുളിച്ചു വരട്ടെ, അതുവരെ മൂത്തുവിൻ്റെ കുട്ടം പുറത്ത് നിൽക്ക്. എനിച്ചും കുളിക്കണം. ഓ, മര്യാദയ്ക്ക് നിൽക്ക്, ഡ്രസ്സ് മാറ്റട്ടെ. എനിക്ക് പാപ്പം താ. വേറെ വഴിയില്ലാതെ ഷാഹിനയ്ക്ക് അവനെ അനുസരിക്കേണ്ടി വന്നു. അവന് വേണ്ടത് കൊടുക്കേണ്ടിയും വന്നു. കുഞ്ഞു കുട്ടികളുടെ ബുദ്ധിയാണേലും റമി 19 വയസ്സുള്ള ഒരാളാണ്. കെട്ടിയോൻ ഗൾഫിലുള്ള ഷാഹിനാൻ്റെ മനസ്സ് ഇളക്കുന്നതായിരുന്നു പിന്നീടുള്ള രംഗങ്ങൾ. പെട്ടെന്ന് തിരികെ സ്വബോധത്തിലേക്ക് വന്ന ഷാഹിന വേഗം അവനെ അടർത്തി മാറ്റി. അവർ രണ്ടുപേരും കുളിച്ച് പുറത്തിറങ്ങി. റമിക്കുട്ട, ഇതാരോടും പറയരുതിട്ടാ. റമി തലയാട്ടി. അവനെന്തോ ഉറക്കം വരുന്ന പോലെ. ഷാഹിനയ്ക്ക് മനസ്സിലായി. അവൾ അവനെ പിടിച്ച് അവിടെ കിടത്തി. അവൻ അപ്പം തന്നെ ഉറങ്ങി. അവൾ അലമാരിയിൽ നിന്ന് ഒരു നൈറ്റി എടുത്തിട്ട് ഹാളിലേക്ക് പോയി. മുകളിൽ റൂമിൽ കയറുമ്പോൾ രണ്ടെണ്ണവും കമന്ന് കിടന്ന് ഇൻസ്റ്റാഗ്രാം വീഡിയോ കാണുവാണ്. നിൻസിയും റംസിയും. വിളിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ കണ്ട കാഴ്ച കണ്ട് അമ്പരന്ന് പോയി. രണ്ടുപേരും ഇറക്കം കുറഞ്ഞ പാവാടയും ടൈറ്റ് ടോപ്പുമാണ് ഇട്ടേക്കുന്നത്. കമിഴ്ന്ന് കിടന്നപ്പോൾ രണ്ടിൻ്റെയും ചിലതൊക്കെ ചെറുതായി കാണാം. കമന്ന് കിടന്ന് കാല് പൊക്കിയത് കാരണം രണ്ടിൻ്റെയും തുട വരെ ശരിക്കും കാണാം. നല്ല വെണ്ണയുടെ നിറമാണ് രണ്ടിനും. ഉമ്മിയുടെയും കുഞ്ഞയുടെയും അതേ കാർബൺ കോപ്പിയാണ് രണ്ടും. മുഴുത്ത പിന്നഴകൊക്കെ കണ്ട് എനിക്ക് എന്തൊക്കെയോ പോലെ. പെട്ടെന്ന് തന്നെ ഞാൻ മുഖം വെട്ടിച്ച് അവരെ വിളിച്ചു. ഡി, നിൻസി പറഞ്ഞു. പേടിച്ചു പോയല്ലോ ഇക്കാക്ക, എന്തിനാ കിടന്ന് കാറണേ? രണ്ടും കൂടി എന്താ പരിപാടി ഇവിടെ? ഞങ്ങൾ റീൽസ് കാണുമായിരുന്നു. ഓ, എന്നാൽ രണ്ടും ഒന്ന് പോയി തന്നെ, എനിക്ക് ഫ്രഷ് ആവണം. അതിന് ഞങ്ങൾ പോണേ എന്തിനാ? ഇവിടെ ആകെ ഇച്ചിരി റേഞ്ച് ഉള്ളത് ഈ റൂമിലാണ്. ഇക്കാ പോയി കുളിച്ചോ? ഓ, ഇതുങ്ങളെ കൊണ്ട്. ഞാൻ തോർത്തും ലുങ്കിയും എടുത്ത് ബാത്റൂമിലേക്ക് പോയി. ഷവറിൻ്റെ അടിയിൽ കുറേ നേരം നിന്നു. തലയിലേക്ക് കുറേ വെള്ളം വീണപ്പോൾ മൈൻഡ് റെഡിയായി. എന്തൊക്കെയാണ് റബ്ബേ ഞാൻ ആലോചിച്ചേ. അതും എൻ്റെ കുഞ്ഞൂനെയും എൻ്റെ അനിയത്തിമാരെയും ഞാൻ വേറെ രീതിയിൽ കണ്ടില്ലേ. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഇച്ചിരി മനസ്സമാധാനം കിട്ടി. നിൻസി. ഓ, ചുള്ളൻ്റെ കുളി കഴിഞ്ഞാ? ഡി, നിന്നെ ഞാൻ. റംസി. അല്ലെങ്കിൽ നിച്ചൂക്ക ചുള്ളനാ. നിൻസി പറഞ്ഞു. ചുള്ളനല്ല, കുള്ളൻ. അവൾ ചിരിക്കാൻ തുടങ്ങി.
ഞാൻ ടീഷർട്ട് എടുത്ത് ഇടാൻ നോക്കിയപ്പോൾ രണ്ടിൻ്റെയും നോട്ടം എൻ്റെ ശരീരത്തിലാണ്. എന്താ ഇങ്ങനെ നോക്കണേ? അല്ല, ഇവള് പറഞ്ഞല്ലോ ചുള്ളലാണെന്ന്, അതുകൊണ്ട് വെറുതെ നോക്കിയതേ അമ്മോനെ. വാ റംസി, നമുക്ക് പോകാം. അവർ പോയി, പിന്നാലെ ഞാനും. നിങ്ങളെന്താ സയാമീസ് ഇരട്ടകളോ? എപ്പോഴും ഒരുമിച്ചേ ഇരിക്കൂ? ആണെങ്കിലോ, ഇക്കാക്കെന്താ? വന്നപ്പോൾ ഇതിൽ തല്ല് പിടിക്കുകയാണ്. അള്ളോ, ഇങ്ങനെ നുണ പറയില്ലേ നിൻസി. ഉമ്മയും കുഞ്ഞയും ഇരിക്കുന്നുണ്ട് ഇപ്പറം. ഉമ്മി, എന്തിനാ നിച്ചൂട്ടി അവളെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? ഞാൻ, ചുമ്മാ അവളല്ലേ ഉമ്മി എനിക്ക് വട്ടാക്കാനുള്ളൂ. എന്തേലും ഓർമ്മ വേണ്ടേ ഉമ്മി ഇവിടുന്ന് പോകുമ്പോൾ? ഇതാകുമ്പോൾ ഓർത്ത് ചിരിക്കാമല്ലോ. എല്ലാവരും ചിരി തുടങ്ങി. പക്ഷേ നിൻസിയുടെ മുഖം മാറി. എനിക്ക് മനസ്സിലായി അവളിപ്പോൾ കരയുമെന്ന്. വിചാരിച്ച പോലെ തന്നെ അവൾ കരഞ്ഞുകൊണ്ട് മുകളിലേക്ക് ഓടി. കുഞ്ഞുമ്മ, അല്ലോ പെട്ട്, അവൾ ഇനി ഇപ്പോഴൊന്നും എണീക്കൂല, പോയി സമാധാനിപ്പിച്ചുകൊണ്ട് വാനിച്ചു. ഞാൻ വേഗം മുകളിലേക്ക് പോയി. വിചാരിച്ചതുപോലെ തന്നെ ഡോറ് ലോക്ക്. നിൻസി മോളെ, വാതിൽ തുറക്കടി പ്ലീസ്, തുറക്ക്, എൻ്റെ ചക്കരയല്ലേ, തുറക്ക്. 2 സെക്കൻഡിനകം വാതിൽ തുറന്നു. അവൾ എന്നെ നോക്കാതെ പോയി കമന്ന് എൻ്റെ ബെഡിൽ കിടന്നു. ഞാൻ വേഗം ഡോർ ലോക്ക് ചെയ്തു. അവളുടെ അടുത്ത് വന്നിരുന്നു. നിൻസി, ഇക്കാക്കയുടെ വാവയല്ലേ, സോറി, ഞാൻ ചുമ്മാ പറഞ്ഞതാ, ഇങ്ങനെ പിണങ്ങല്ലേ. അവൾ എണീറ്റിരുന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണ് തുടച്ച് ഒറ്റ കെട്ടിപ്പിടുത്തോ എന്നെ. ഞാൻ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ ഞെട്ടിപ്പോയി. അവൾ എന്നോട് പറഞ്ഞു, ഇക്കാക്ക, എനിക്കറിയില്ല, ഇക്കാക്ക അങ്ങനെ പറഞ്ഞുകൊണ്ടല്ല എനിക്ക് വിഷമമായത്. പിന്നെന്താ എൻ്റെ മുത്തിന്? ഇക്കാക്ക ഇവിടുന്ന് പോകുന്നത് കൊണ്ട് എന്തൊക്കെയോ പോലെ, എന്തോ ഒക്കെ മിസ്സാകുന്ന പോലെ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ എന്താ ഉദ്ദേശിക്കുന്നേ? ഞാൻ പോകണ്ടേ പഠിക്കാൻ? അതല്ലിക്ക, അവിടെ പഠിക്കുമ്പോൾ പല സ്ഥലത്തു നിന്ന് വന്ന പെൺകുട്ടികളുണ്ടാവില്ലേ? അതിനെന്താ, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നല്ല ചുള്ളത്തെ പ്രപ്പോസ് ചെയ്യാമല്ലോ. നിൻസി ദേഷ്യം കൊണ്ട് വിറച്ചിട്ട് ഒറ്റയടി. കൃത്യം എൻ്റെ വയറിന് തന്നെ വേദന കൊണ്ട് ഞാൻ കുനിഞ്ഞു പോയി. നിനക്ക് വട്ടാണോ പെണ്ണെ? ഉമ്മ, വേദനിക്കുന്ന എൻ്റെ വയറ്. സോറി ഇക്ക, അങ്ങനെ പറഞ്ഞുകൊണ്ടല്ലേ. എങ്ങനെ കോളേജിലെ മൊഞ്ചത്തികളെ പ്രപ്പോസ് ചെയ്യുമെന്ന്? അതിനെന്തിനാ എന്നെ ഇടിക്കുന്നേ? എനിക്കിഷ്ടമല്ല. മോൻ ആരെയും നോക്കണ്ട, എന്നെ നോക്കിയാൽ മതി. ഇനിയും മനസ്സിലായില്ലേ? പോയി തൂങ്ങിച്ചാവ്. അല്ല പിന്നെ. നീ എന്താ ഇങ്ങനെ പറയുന്നേ? നീ എൻ്റെ അനിയത്തിയാ, അല്ലാതെ നമുക്കിതൊന്നും പറ്റൂല. ഓ, അനിയത്തിയുടെ വേണ്ടാത്തിടത്തൊക്കെ കൊതിയോടെ നോക്കല്ലേ ഇക്കാക്ക്? അവളെ ഇഷ്ടപ്പെട്ടൂടാ? ഇത് കേട്ടപ്പോൾ ഞാൻ ഷോക്കായിപ്പോയി. ഇവളിതെങ്ങനെ കണ്ടു? ഇക്കാക്ക് ആലോചിക്കുവാണല്ലേ ഞാനതൊക്കെ എങ്ങനെ കണ്ടെന്ന്. നിന്ന് ചമ്മണ്ട. ഇക്കാക്കയുടെ കാൽപെരുമാറ്റം വരെ എനിക്കറിയാം. ഇക്കാക്ക വന്ന് റൂമിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എനിക്ക് നേരത്തെ മനസ്സിലായി. അതുകൊണ്ടാ പാവാട കുറച്ച് കയറ്റിയിട്ടത്. കണ്ടോട്ടേന്ന് വിചാരിച്ചു. ഞാൻ വാ പൊളിച്ച് നിന്നുപോയി. വാ അടയ്ക്ക്, വല്ലതും കയറിപ്പോകും, അവൾ പറഞ്ഞു. നിൻസി, എന്നാലും ഒരെന്നാലുമില്ല. പറഞ്ഞു കഴിയുന്നതിന് മുന്നേ അവൾ എൻ്റെ ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ച് തുടങ്ങി. ആദ്യം ഞാൻ എതിർക്കാൻ നോക്കിയെങ്കിലും അവളുടെ പ്രകടനത്തിന് മുന്നിൽ എനിക്ക് അടയറവ് പറയേണ്ടി വന്നു. എൻ്റെ ചുണ്ട് അവളുടെ ആഗ്രഹത്തിന് വിട്ട് ഞാൻ നിന്നു. എൻ്റെ കൺട്രോള് പോയി. പിന്നെ ഒന്നും നോക്കിയില്ല. അവളും ഞാനും ബെഡിലേക്ക് വീണ് കെട്ടിമറിഞ്ഞു. ചെറിയ പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ ഡോറിൽ മുട്ട് കേട്ടു. ടപ്പ് ടപ്പ്. ഞങ്ങൾ രണ്ടാളും ഞെട്ടി എണീറ്റ് ഡ്രസ്സ് നേരെയാക്കി. അവൾ റൂം തുറന്നു. റംസി ആയിരുന്നു ഭാഗ്യം. അവൾ ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു ഇവിടെ? ഉമ്മിയും മൂത്തു എന്തോരം വിളിച്ചു. നിൻസി ഒന്നും മിണ്ടാതെ അടിയിലേക്ക് പോയി. ഞാൻ പറഞ്ഞു, അവളുടെ പിണക്കം മാറ്റായിരുന്നു റംസിക്കുട്ടി. നീ ചോറ് തന്നോ? ഇല്ല, വായിക്കാക്ക, ഞാൻ വരാം, മോള് പൊക്കോ. ശരി, മൂത്തു അന്വേഷിക്കുന്നുണ്ട്. എന്താ ഇപ്പോൾ സംഭവിച്ചേ? അവൾക്ക് ഇത്ര ഇഷ്ടമുണ്ടായിരുന്നോ എന്നോട്? അടിയിൽ പോയി ഉമ്മിയുടെ മടിയിൽ പോയി കിടന്നാലേ സമാധാനം കിട്ടുള്ളൂ. ഞാൻ നേരെ പോയി ഉമ്മിയുടെ തിരുന്നു. ഉമ്മി ചോദിച്ചു,
എന്തു പറ്റി എൻ്റെ മോനൂസിന്? എന്തോ പറയാനുള്ള പോലെ. അത് അപ്പോഴേക്കും കുഞ്ഞു ഫുഡായി വന്നു. വാ കഴിക്കാം, ബാക്കി പിന്നെ. ഞാൻ ചോദിച്ചു, റമി എന്തേ കുഞ്ഞു? അവൻ ദേ ഇത്താടെ റൂമിൽ കിടന്നുറങ്ങുന്നു. അതെന്താ അവിടെ കിടന്നേ? നിയാസ് അത് പറഞ്ഞപ്പോൾ ഷാഹിനയുടെ മുഖം മാറി. വേഗം തന്നെ ഷാഹിന മറുപടി പറഞ്ഞു, അവനും ആയിഷയും ഇന്ന് എൻ്റെ കൂടെയാണ് കിടക്കുന്നത്. ഞാൻ വെറുതെ നിൻസിയെ നോക്കിയപ്പോൾ അവൾ എന്നെ നോക്കി ചിരിക്കുന്നു. എന്നാൽ ഞാനും റംസിയും ഇന്ന് ഇക്കാടെ കൂടെ കിടന്നോളാം. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു, അത് വേണ്ട, രണ്ടിനും ഇൻസ്റ്റഗ്രാം കാണാനാണ്. ഒരു ദിവസം ഞാൻ ആ ഫോൺ എടുത്ത് പൊളിച്ചു കളയും, അപ്പം തീരും രണ്ടിൻ്റെ അസുഖം. ഉമ്മി പറഞ്ഞു, ആ വേണ്ട ഐഷ, അവൻ നാളെയും കൂടെ അല്ലേ ഉണ്ടാകൂ, അവർ കിടന്നോട്ടെ ഒരുമിച്ച്. റംസി ഏ എല്ലാവരും അത് നോക്കി ചിരിച്ചു. ഞാൻ ചോറ് പകുതി തിന്ന് എണീറ്റ് പോയി. കുഞ്ഞ ചോദിച്ചു, ഇവനിത് എന്തു പറ്റി? നിൻസി പറഞ്ഞു, ഉമ്മി അങ്ങനെ പറഞ്ഞുകൊണ്ട് അയക്ക പോയേ. അവൾ വേറെ കാര്യം എടുത്തിട്ടു. ഞങ്ങൾ ഈ കാര്യം സംസാരിക്കുകയായിരുന്നു മുകളിൽ. അപ്പോഴാണ് ഇവൾ വന്ന് വിളിച്ചേ. ഞാൻ നിൻസിയെ നോക്കി മനസ്സിൽ പറഞ്ഞു, എടി ഭയങ്കരി, എത്ര പെട്ടെന്ന് അവൾ ചാപ്റ്റർ ക്ലോസ് ചെയ്ത്. ഇനി റംസി ചോദിക്കൂലല്ലോ. ചോറ് തീറ്റ കഴിഞ്ഞ് റംസിയും നിൻസിയും നേരെ മുകളിലേക്ക് പോയി. പോകുമ്പോൾ എന്നെ നോക്കി ചിരിക്കുകയും ചെയ്തു. ഞാൻ നേരെ പോയി സോഫയിൽ കിടന്നു. കുറച്ച് കഴിഞ്ഞ് ഉമ്മി വന്ന് എൻ്റെ തല തൊലോടാൻ തുടങ്ങി. ഞാൻ എണീറ്റ്. ഉമ്മി എൻ്റെ അടുത്തിരുന്നു. ഞാൻ വേഗം ഉമ്മിയുടെ മടിയിലേക്ക് ചാഞ്ഞു. സ്വന്തം അമ്മയുടെ മടിത്തട്ടി കിടക്കുന്ന സുരക്ഷിതത്വം വേറെ എവിടെ ഇരുന്നാലും കിട്ടൂല. ഉമ്മി ചോദിച്ചു, എന്താടാ? ഉമ്മീനോട് പറ, ഉമ്മിയുടെ മോനൂസല്ലേ, നീ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് സങ്കടാ. ഒന്നുമില്ലമ്മീ, എനിക്ക് എൻ്റെ ഉമ്മീനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഈ മടിയിൽ അങ്ങനെ കിടക്കാൻ തോന്നി, അത്രേ ഉള്ളോ? കിടന്നോടാ പൊന്ന. എൻ്റെ മുടി കൂടി ഉമ്മി മസാജ് ചെയ്യുവാണ്, അത് ഉമ്മിക്കുള്ളതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കിടന്നുറങ്ങും. ഉമ്മി പറഞ്ഞു, മതി, അവരൊറ്റയ്ക്കല്ലേ ഉള്ളൂ, ഉമ്മിയുടെ മോൻ പോയി കിടന്നു അവരുടെ കൂടെ. അതെ, നാളെ എൻ്റെ നിച്ചൂട്ടി എൻ്റെ അടുത്ത് കിടന്നാൽ മതിയിട്ടാ. നാളെ എൻ്റെ മോനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം. ഞാൻ എന്ന് പറഞ്ഞ് മുകളിലെത്തി. റൂം തുറന്നപ്പോൾ രണ്ടും അവിടെയുണ്ട്, കിടന്നിട്ടില്ല. ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. വാപ്പി അവിടുന്ന് കൊണ്ടുവന്ന അറബിക് നൈറ്റ് ഗൗൺ പോലെയാണ്, മുട്ടുവരെ ഉണ്ടാകൂ. രണ്ടിൻ്റെയും ഡ്രസ്സ് അതാണ്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ അറിയാം രണ്ടും അടിയിലൊന്നും ഇട്ടിട്ടില്ലെന്ന്. രണ്ടും എന്നെ കണ്ടപ്പോൾ തന്നെ ഒരു വളിച്ച ചിരി തുടങ്ങി. അടിയിൽ ഷാഹിനയും ഐഷയും കിടക്കാൻ പോകുകയാണ്. ഷാഹിന പറഞ്ഞു, ഐഷ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ഇത്താ? ഐഷ, അവൻ ഇപ്പോഴും അമ്മിഞ്ഞ കുടിക്കാറുണ്ടോ? ഏയ് ഇല്ല, പക്ഷേ അന്ന് അവർ വന്നില്ലേ? ആര്? ഹാഷിമും ഫർസാനയോ? ആ, അവർ തന്നെ. അവൾ കൊച്ചിന് പാല് കൊടുക്കണത് കണ്ടപ്പോൾ തുടങ്ങിയതാ ചെക്കന്. ഓ, അപ്പോൾ തുടങ്ങിയാണ് ചെക്കന് പാപ്പം കുടിക്കണമെന്ന്. എന്നിട്ട് സഹി കെട്ട് ഞാൻ നിപ്പിള് കുപ്പിയിൽ പാല് വെച്ചേക്കാണ് അവന്. എന്താ എത്താ ചോദിച്ചേ? ഒന്നുമില്ല, ഇന്ന് എൻ്റെ കൂടെ റൂമിൽ വന്നില്ലേ, അപ്പോൾ അവന് പാപ്പം വേണമെന്ന് പറഞ്ഞു. ഞാൻ കുറേ പറഞ്ഞു നോക്കി, ചെക്കൻ കേൾക്കണ്ടേ. അവസാനം എനിക്ക് കൊടുക്കേണ്ടി വന്നു. പാലൊന്നുമില്ല, എന്നാലും കുറച്ച് കഴിഞ്ഞ് അവൻ ഉറങ്ങിപ്പോയി. ഓ, ഇത്താക്ക് ബുദ്ധിമുട്ടായല്ലേ? ഏയ്, അവൻ എൻ്റെ മോനല്ലേ. പിന്നെ ഒരു കാര്യം, നമുക്ക് അവൻ്റെ ഡോക്ടറെ ഒന്ന് കാണണം ഐഷ. തിങ്കളാഴ്ച പോകാം നമുക്ക്. ലൈറ്റ് കിടത്തിയേക്ക് ഐഷ. അവർ 3 പേരും കിടന്നു. റമിയെ നടുക്കാണ് കിടത്തിയേക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞില്ല, റമി എണീറ്റ് കരയാൻ തുടങ്ങി. ഐഷ അവൻ്റെ പുറത്ത് തട്ടി ഉറക്കാൻ നോക്കി. വാവൂ ഉമ്മി, എനിക്ക് പാപ്പം വേണം. അവൻ കരയാൻ തുടങ്ങി. ഐഷ എണീറ്റ് അവിടെ ഇരുന്ന് നിപ്പിള് കുപ്പി എടുത്ത് അവൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അവനത് തട്ടിക്കളഞ്ഞു. എനിക്ക് ഉമ്മിയുടെ കുമ്പായിന്ന് മതി. ഓ, മനുഷ്യന് ദേഷ്യം പിടിക്കുന്നുണ്ട്. ഒന്ന് കരയാതെ ഉറങ്ങടാ, ഇല്ലേ നല്ല അടി കിട്ടും, ഐഷ പറഞ്ഞു. അവൻ കരയാൻ തുടങ്ങി. കരച്ചിലിൻ്റെ സൗണ്ടും അതിനനുസരിച്ച് കൂടി. ഷാഹിന എണീച്ചു. എൻ്റെ ഐഷേ, എന്തിനാ നീ കൊച്ചിനെ ഇങ്ങനെ കരയിപ്പിക്കുന്നേ? അവന് നീ അതൊന്ന് കൊടുക്ക്, അവൻ അല്പം കഴിഞ്ഞ് ഉറങ്ങിക്കോളും.
എനിക്ക് വയ്യെത്താ ഇപ്പോൾ. ഒന്നാമത് ഡേറ്റ് ആയതിൻ്റെ വയറുവേദന തുടങ്ങിയിട്ട് പറ്റണില്ല. അപ്പോഴവൻ്റെ വാശി. എൻ്റെ അവസ്ഥ എന്താ ഇവൻ മനസ്സിലാക്കാത്തേ? നീ എന്തേക്കണ് പറയാൻ ആയിഷ? അവന് വല്ലതും അറിയോ? എന്തിനാ വെറുതെ അതിനോട് കയർക്കുന്നേ? കരയുന്ന കണ്ട പാവം. എനിക്ക് വേണ്ട ഉമ്മീനെ, ഉമ്മി ചീത്തയാണ്. എനിക്ക് പറ്റാത്തോണ്ടായിത്താ. ദേഹമാകെ ഭയങ്കര വേദന. ഇത്താക്കറിയാലോ, എനിക്ക് പീരീഡായാൽ കണ്ണുപോലും മര്യാദയ്ക്ക് കാണൂല. സാരമില്ല, നീ കിടന്നോ. ഇത് എൻ്റെയും കൂടെ മോനല്ലേ, ഞാൻ ഡീൽ ചെയ്തോളാം. നീ നിൻ്റെ റൂമിൽ പോയി കിടന്നോ സമാധാനമായിട്ട്. ശരി ഇത്ത. ഐഷ അവളുടെ റൂമിലേക്ക് പോയി. ഷാഹിൻ എണീറ്റ് വാതിലടച്ചു വന്ന് കിടന്നു. റമ്മിക്കുട്ട വാ, മുത്തുവിൻ്റെ പാപ്പം കുടിച്ചോ റമ്മി. കേട്ടത് സന്തോഷത്തോടെ വന്ന് ഷാഹിനാൻ്റെ കവളിലൊരു മുത്തം കൊടുത്തു. ഷാഹിന് പതിയെ അവന് പാപ്പം കൊടുത്തു തുടങ്ങി. ഷാഹിന വാത്സല്യത്തോടെ അവൻ്റെ തല തലോടിക്കൊണ്ടിരുന്നു. എന്നാൽ റമി വേണ്ടാത്ത ഓരോന്നൊക്കെ ചെയ്യാൻ തുടങ്ങിയിരുന്നു. തൻ്റെ നിയന്ത്രണം നഷ്ടമാകുന്നു എന്ന് തോന്നിയ ഷാഹിന അവനെ തള്ളി മാറ്റി. എന്നാൽ അവൾ അവനെ നോക്കുമ്പോൾ കൊച്ചു കുഞ്ഞിനെ പോലെ ഇരുന്ന് കരയാണ്. റമിക്കുട്ട കരയല്ലേ മോനെ, മൂത്ത് തന്നില്ലേ മോന് പാപ്പം? ഇനി എൻ്റെ മോൻ കിടന്നുറങ്ങ്. എനിക്ക് ഇനിയും വേണം. മൂത്ത് നാളെ തരാം മൂത്തുവിൻ്റെ മുത്തിന്. ഇപ്പം ഇവിടെ വന്ന് കിടക്ക്. എനിക്ക് മിച്ചായി തരുമോ? തരാടാ കുട്ട എന്നും പറഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് കിടന്നു. പാവം, ഇവൻ നിച്ചുവിനെ പോലെ ആയെങ്കിൽ പടച്ചോനെ, ഇവൻ്റെ അസുഖം മാറണേ റബ്ബേ എന്ന് മനസ്സിൽ പറഞ്ഞു അവർ കിടന്നു. മുകളിലെ മുറിയിൽ ഞങ്ങൾ 3 പേരും ഓരോന്ന് പറഞ്ഞ് കിടക്കുകയാണ്. കട്ടിലിൻ്റെ അറ്റത്ത് ഏറ്റവും അറ്റത്ത് റംസിയും നടുക്ക് നിൻസിയും, ഈ അറ്റത്ത് ഞാനുമാണ് കിടക്കുന്നത്. കുറച്ചു നേരത്തിന് ശേഷം നിൻസി എൻ്റെ വയറിന് ചുറ്റിപ്പിടിച്ചു. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് അവളെ കെട്ടിപ്പിടിച്ച് മുറുക്കി. കുറച്ചു നേരം ഞങ്ങൾ കെട്ടിമറഞ്ഞു. ഇക്കാ, അവളുടെ കൊഞ്ചുന്ന ശബ്ദം കേട്ടപ്പോൾ എൻ്റെ സകല നിയന്ത്രണങ്ങളും നഷ്ടമായി. ഞാൻ അതിർവരമ്പുകൾ ഭേദിച്ച് മുന്നേറാൻ തുടങ്ങിയപ്പോൾ അവൾ തടഞ്ഞു. മതി ഇക്ക. എനിക്കൊന്നും ആയില്ല നിൻസി കുട്ടി, പ്ലീസ് മതി ഇക്ക, ഇനിയും പോയാൽ ശരിയാവില്ല. അപ്പോൾ വേണ്ടേ എന്നും പറഞ്ഞ് ഞാൻ വിഷമം പോലെ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ എന്നും ഇവിടെ ഉണ്ടാവില്ലേ ഇക്ക, നമുക്ക് പിന്നീട് നോക്കാം. എന്നാലും ഒരെന്നാലും ഇല്ല. ഇതെൻ്റെ മുത്തിന് തന്നൊരു സമ്മാനമാണ്. അല്ലെങ്കിൽ അവിടെ വേറെ വല്ല പെണ്ണിൻ്റെ മൂടും നോക്കി പോയാലോ? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചിലപ്പോൾ നോക്കിയെന്നിരിക്കും എന്ന് ഞാൻ പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. ഒരു കുത്ത് തന്ന് എൻ്റെ വയറിന് എൻ്റെ പാതി ജീവൻ പോയി. സോറി ഇക്ക, പെട്ടെന്ന് കേട്ടപ്പോൾ ദേഷ്യം വന്നു എന്നും പറഞ്ഞ് എൻ്റെ വയറ് തിരുമാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കുറച്ചും കൂടി കൈ പോയെങ്കിൽ നല്ല സുഖം ഉണ്ടാകുമായിരുന്നു. ഓ, വലിയ സോപ്പൊന്നും വേണ്ട. ദേ അവൾ എണീക്കും. മോൻ കിടന്നുറങ്ങാൻ നോക്ക് പ്ലീസ്. എന്തേലും ചെയ്യേണ്ട മോളെ. എനിക്കിനി ദേഷ്യം പിടിക്കേ, ഞാൻ ഇറങ്ങിപ്പോണയാണ്. അയ്യോ വേണ്ട, ഞാൻ കിടന്നോളാം. അങ്ങനെ നല്ല കുട്ടിയായി അടങ്ങിക്കിടന്ന എൻ്റെ മോൻ. ഞാൻ അവളെയും കെട്ടിപ്പിടിച്ച് സുഖമായി കിടന്നു. കുറച്ച് നേരത്തിന് ശേഷം എന്തോ എൻ്റെ മേത്തിഴയുന്ന പോലെ. ഞാനപ്പോൾ ഓർത്തു, ഇവളല്ലേ നേരത്തെ വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കിയേ. ഇപ്പോൾ കള്ളി കാണിക്കണത് കണ്ട മിണ്ടാണ്ട് കിടക്കാം, അല്ലെങ്കിൽ അവൾ ചിലപ്പോൾ നിർത്തിക്കളയും. കുറച്ചു നേരം അവൾ അത് തുടർന്നു. ശേഷം എൻ്റെ സന്തോഷത്തിൻ്റെ പരകോടിയിലെത്തിക്കുന്ന പ്രവൃത്തി അവളിൽ നിന്നും ഉണ്ടായി. ഇങ്ങനൊരു അനുഭവം അത് ആദ്യമാണ്. ഞാൻ അങ്ങ് സ്വർഗലോകത്തെത്തിയ പോലെ തോന്നി. കുറേ നേരമായി അവൾ എന്നെ സംതൃപ്തിപ്പെടുത്തുന്നു. ഏറെ നേരത്തെ അധ്വാനത്തിന് ശേഷം അവൾ ഓടി ബാത്റൂമിലേക്ക് പോയതാണ് ഞാൻ കണ്ടത്. ഞാൻ മലർന്ന് കിടക്കാൻ തുടങ്ങി. കാരണം എൻ്റെ ജീവിതത്തിൽ ഇത്രയും സന്തോഷം കിട്ടുന്നത് ഇതാദ്യമായാണ്. അതും എൻ്റെ അനിയത്തിയിൽ നിന്നും. ഞാൻ റംസി ഉറങ്ങണോ എന്നും പറഞ്ഞ് നോക്കലും ഞെട്ടിത്തെറിച്ച് ഞാൻ ബെഡിൽ നിന്നും താഴേക്ക് വീണു. നിൻസിയാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇത്ര നേരം ഇതൊക്കെ ചെയ്തത് റംസി ആയിരുന്നോ? ഞാനൊരു ഞെട്ടലോടെ താഴെയിരുന്നു. റംസി ബാത്റൂം വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. റംസി ബാത്റൂമിൻ്റെ ഡോർ തുറന്ന് വരുമ്പോൾ കാണുന്നത് തലയ്ക്ക് കൈ കൊടുത്തിരിക്കുന്ന എന്നെയാണ്. എന്തിനാ റംസി മോളെ എന്നോട് നീ ചെയ്തേ? എനിക്ക് ആലോചിക്കാനും കൂടി പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്തെന്നാ ഇക്കാക്ക പറയുന്നേ? നീ ഒന്നും ചെയ്തില്ലേ? നീ എന്തിനാ അവിടെയൊക്കെ അങ്ങനെ ചെയ്തേ? അവൾ ചിരിച്ചിട്ട്
അയ്യേ, ഇക്കാക്ക എന്താ ഇങ്ങനെ? അവൾ വന്ന് എന്നെ എണീപ്പിച്ച് കട്ടിലിരുത്തി. എന്നിട്ട് അവൾ എൻ്റെ തോളിൽ ചാരി ഇരുന്നിട്ട്, ഞാൻ കണ്ടായിരുന്നു, നേരത്തെ നിങ്ങളെ റൂമിൽ വിളിക്കാൻ വന്നില്ലേ അന്നേരം. അവളത് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടി. ഇക്കാക്ക എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാനല്ലേ അറിഞ്ഞുള്ളൂ, വേറെ ആരെങ്കിലും അറിയാതെ നോക്കിയാൽ മതി. ഞാനപ്പോൾ ഒരു നെടുവീർപ്പിട്ടു ആശ്വാസത്തിൻ്റെ. അവൾ ചോദിച്ചു, ഇപ്പോൾ സമാധാനമായോ എൻ്റെ മൊഞ്ചന്? ഞാനപ്പോൾ ചിരിച്ചു കാണിച്ചു. അയ്യേ, ചിരിക്കണ കണ്ടില്ലേ കള്ളൻ, എന്ത് പണിയാ കാണിച്ച നേരത്തെ? ഞാൻ ചോദിച്ചു, എപ്പോൾ? എന്നെക്കൊണ്ട് വെറുതെ ചീത്ത പറയിപ്പിക്കരുത് കേട്ടാ. പെങ്ങളെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചതും പോരാ, എന്നിട്ടിരുന്ന് കണ്ട ഒറ്റ കുത്തു വെച്ച് തരും ഞാൻ. എങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട്? ബ്ലാ ബ്ലാ പറയല്ലേ, എനിക്ക് ഓക്കാനിക്കാൻ വന്ന്. സോറി ഇട്ടാ, എൻ്റെ കൺട്രോൾ പോയോണ്ടാണ്. എന്നാലും ഇക്കാക്ക. അല്ല, അതവിടെ നിൽക്കട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിനക്കെങ്ങനെ അറിയാം? നീ ഇതൊക്കെ എവിടെ നിന്ന് പഠിച്ച്? അവൾ നിന്ന് പരിങ്ങി. അതിക്കാ നിങ്ങൾ പോരട്ടെ. അവൾ തുടർന്നു, ഇൻസ്റ്റാ റീൽസ് മാത്രമല്ല കാണണേ, അമ്പടി കള്ളികളെ, വെറുതെ അല്ല. രണ്ടെണ്ണവും കാഞ്ഞ വിത്തുകളാണല്ലേ. ശരി, കിടന്നുറങ്ങാൻ നോക്ക്. എന്തൊക്കെയാണ് ഒരു ദിവസം കൊണ്ട് സംഭവിച്ചത്? എൻ്റെ 2 അനിയത്തിമാരെയും ഓർക്കാനും കൂടി വയ്യ. കിടന്നിട്ട് ഉറക്കവും വന്നില്ല. ഈ പിശാശ് അപ്പം തന്നെ ഉറങ്ങിയാ. എപ്പോഴോ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറങ്ങിപ്പോയതറിഞ്ഞില്ല. രാവിലെ റൂമിൻ്റെ ലൈറ്റ് കണ്ണിലടിച്ചപ്പോഴാണ് ഞാൻ എണീറ്റത്. ആഹാ, നല്ല ബെസ്റ്റ് കണി. ലെഗിൻസിൻ്റെ ടോപ്പ് കയറ്റിയിടുന്ന നിൻസിയാണ് കണ്ടത്. പച്ച ലെഗിൻസിൽ നല്ല തടിച്ച തൂവെള്ള പോലത്തെ തുട, കടിച്ചു തിന്നാൻ തോന്നുന്നു. അടിപൊളി. മുകളിലേക്ക് പോയ പച്ചയിൽ കറുത്ത പൂക്കളുള്ള ഡിസൈനുള്ള ചുരിദാർ ടോപ്പ്. ആശാത്തി തിരിഞ്ഞു നിന്ന് മുടി ഒരുകയാണ്. നനഞ്ഞ തോർത്ത് തലയിൽ ചുറ്റിയിട്ടുണ്ട്. ഡി, നിനക്ക് നിൻ്റെ റൂമിൽ നിന്ന് ഒരുങ്ങിക്കൂടെ? ചിരിക്കണ? എങ്ങോട്ടേക്കാ രാവിലെ തന്നെ? രാവിലെയോ? മോന് വട്ടായ? 8:30 എണീക്കാൻ നോക്കടാ ചെക്ക, അല്ലെങ്കിൽ ഉമ്മ ഇപ്പം എത്തും ഇങ്ങോട്ട്. അതൊക്കെ എണീക്കാം, ഒരു ഉമ്മ തരുമോ? ആള് കൊള്ളാലോ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇന്നലെ. ഇപ്പോൾ എന്താ ധൈര്യം? ആശ കയ്യിലിരിക്കട്ടെ, ഇപ്പോൾ തന്നെ വൈകി, ഞാൻ പോയിട്ട് വരട്ടെ. എടി, തന്നിട്ട് പോടി പ്ലീസ്, വന്നിട്ട് നോക്കാം. അതും പറഞ്ഞ് അവൾ ഓടിക്കളഞ്ഞു. എണീക്കാം, വെറുതെ ചീത്ത കേൾപ്പിക്കണ്ട. അഴിഞ്ഞുപോയ ലുങ്കി നേരെ ബാത്റൂമിൽ പോയി പ്രഭാതകർമ്മങ്ങൾ കഴിഞ്ഞ് നേരെ അടിയിലേക്ക് പോയി. ഇവിടെ പതിവ് പല്ലവി തന്നെ. നമ്മുടെ ചുന്ദരക്കുട്ടൻ ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാൻ കുഞ്ഞുനോട് ചോദിച്ചു, റംസിയ പോയാ കുഞ്ഞു? അവൾ രാവിലെ പോയടാ. ഉമ്മി എന്തിയെ കുഞ്ഞു? ഇത്ത അടുക്കളയിലുണ്ടടാ. എന്തേ രാവിലെ തന്നെ? ഒന്നുമില്ല, എൻ്റെ സുന്ദരിയെ കണി കണ്ടില്ലേ, എനിക്കൊരു തൃപ്തി കിട്ടൂല. ഉവ്വ ചെല്ല്, അവിടെ ഉണ്ട്. ഞാൻ കിച്ചണിൽ നോക്കുമ്പോൾ ഉമ്മ തിരിഞ്ഞു നിന്ന് എന്തോ ഉണ്ടാക്കുവാണ്. പിറകിലൂടെ പോയി ഞാൻ കെട്ടിപ്പിടിച്ചു. ഛേ, ഉമ്മ ഞെട്ടിക്കൊണ്ട് പറഞ്ഞു, പേടിപ്പിച്ച് കളഞ്ഞല്ലോ ചെക്കാ നീ. സോറി ഉമ്മി. ഉമ്മി പരിഭവത്തോടെ പറഞ്ഞു, ഇനി മൂഡൗട്ടായി ഇരുന്നാൽ മതിയല്ലോ. കണ്ട, ഇടിയപ്പം വെച്ച പാത്രം നിലത്തേക്ക് വീണു. അവൻ്റെ ഒരു സോറി. പോയേ, ഒന്ന് മനുഷ്യൻ ഇനി പെടാപ്പാട് പെടണമല്ലോ. റബ്ബേ, ഇനി ഇത് വേറെ പാത്രത്തിലേക്കാക്കാൻ. എനിക്കാകെ വിഷമമായി. ആരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ ഉമ്മി എന്നെ പിണങ്ങിയ എനിക്ക് സഹിക്കില്ല. ഞാൻ പയ്യെ അവിടെ നിന്നീറ്റ് സോഫയിൽ പോയി കിടന്നു. കുഞ്ഞയ്ക്ക് എൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. ഞാനൊന്നും മിണ്ടാതെ കണ്ണടച്ച് കിടന്നു. എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ഇറ്റി വീണു. ഞാൻ അങ്ങനെ തന്നെ കിടന്നവിടെ. ഉമ്മി എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡായി ഹാളിലേക്ക് വന്നു. ഉമ്മിക്കും കുഞ്ഞാക്കും വിളമ്പി. എന്നെ വന്ന് വിളിച്ചു. നിച്ചു, മയങ്ങാണ്ട് എണീച്ച് വന്ന് ഫുഡ് കഴിച്ചേ. എന്നെ തട്ടി വിളിക്കാൻ തുടങ്ങി. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചോ. എന്നാൽ നീ തിന്നണ്ട, വാ ഐഷ, നമുക്ക് കഴിക്കാം. വേണ്ടാത്തവർക്ക് വേണ്ട. ഞാൻ നേരെ എണീറ്റ് റൂമിൽ പോയി വാതിലടച്ച് കിടന്നു. താഴെ ഐഷ പറയുന്ന കേട്ടു, എന്തിനാ ഇത്താ വെറുതെ അവനെ വെറുപ്പിക്കണേ, പോയി വിളിച്ചേ അവനെ. പിന്നെ പിള്ളേർക്ക് ഇത്രയും വാശി പാടില്ല, വേണമെങ്കിൽ വന്ന് തിന്നോളും, നീ കഴിക്കാൻ നോക്ക്. ഞാൻ മുകളിൽ കമിഴ്ന്നും ചെരിഞ്ഞും കിടന്നിട്ട് ഉറക്കം വന്നില്ല. എങ്ങനെ ഉറക്കം വരും? ചായ പോലും കുടിച്ചിട്ടില്ലല്ലോ. എന്നാലും ഉമ്മിക്കിതെന്തു പറ്റി? എപ്പോഴോ ഞാൻ കിടന്നുറങ്ങിപ്പോയി. പെട്ടെന്ന് എൻ്റെ മുഖത്ത് എന്തോ വീഴുന്ന പോലെ എനിക്ക് തോന്നി.
ഞാൻ പുറത്താണോ കിടന്നേ? എൻ്റെ മുഖത്ത് വെള്ളം വീഴുന്നുണ്ടല്ലോ. ഞാൻ കണ്ണു തുറന്നപ്പോൾ ഞെട്ടിപ്പോയി. എന്താണ് ഉമ്മി? എന്തിനാ കരയുന്നത്? ഒന്നുമില്ല. ഉമ്മിയുടെ നിച്ചൂട്ടിക്ക് സങ്കടമായോ? പോട്ടടാ, ഉമ്മി ആകെ ടെൻഷനായിപ്പോയി മോനു. സോറിയാ? എന്തിനാണ് ഉമ്മി എന്നോട് സോറി പറയുന്നത്? എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ കണ്ണ് നനയരുതെന്ന്. ഞാൻ നേരെ കട്ടിലേക്ക് നിവർന്നിരുന്നു. ഉമ്മി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. എനിക്ക് മനസ്സിലായി എന്തോ ഗൗരവമായ കാര്യമുണ്ടെന്ന്. ഞാൻ ഉമ്മിയുടെ മുടി തലോടിക്കൊണ്ട് ചോദിച്ചു, എന്താണ് ഉമ്മി? എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് പറ, എന്താ കാര്യമെന്ന്. ഉമ്മി എൻ്റെ നെഞ്ചിൽ നിന്നും തലയെടുത്തിട്ട് പറഞ്ഞു, നിൻ്റെ വാപ്പിക്ക് എപ്പോഴും എന്നോട് ദേഷ്യമാണ് മോനെ. വെറുതെ കുറേ ചീത്ത പറഞ്ഞെന്നെ. എനിക്കറിയില്ല എന്താ പ്രശ്നമെന്ന്. ഞാൻ കുറേ ചോദിച്ചു, ഒന്നും എന്നോട് പറയുന്നില്ല. എന്നോടിപ്പോൾ എന്തോ സ്നേഹമില്ലാത്ത പോലെ. എത്ര ദിവസമായെന്നറിയോ മോനു നിൻ്റെ വാപ്പി എന്നോട് സ്നേഹത്തിൽ സംസാരിച്ചിട്ട്? എന്നും രാത്രി വിളിച്ചിട്ട് തല്ല് പിടിക്കാതെ വെക്കില്ല. ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ പെണ്ണായതുകൊണ്ടല്ലേ എന്നും പറഞ്ഞ് ഉമ്മി ഏങ്ങുകയാണ്. എന്താണ് ഉമ്മി? വാപ്പിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടാകും, അതായിരിക്കുള്ളൂ. ഉമ്മി ഇങ്ങനെ കരയല്ലേ. ഞാൻ ഉമ്മിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഉമ്മീനെ കാണാൻ നല്ല മൊഞ്ചായോണ്ടല്ലേ വാപ്പി ഉമ്മേനെ കെട്ടിയേ. എന്നെ കാണാൻ അങ്ങനെയൊന്നുമില്ല. ഒന്നും വേണ്ട, എന്നോടൊന്ന് സംസാരിച്ചാൽ മതി മര്യാദയ്ക്ക്, ഒരല്പ സ്നേഹത്തോടെ. അത് നിൻ്റെ വാപ്പിക്ക് പറ്റൂല. പിന്നെ ഒരു മോനോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ട്. അതൊന്നും വേണ്ട, എനിക്ക് സങ്കടമില്ല. ഒന്ന് സംസാരിച്ചാൽ മതി സ്നേഹത്തോടെ. എല്ലാം ശരിയാവും ഉമ്മി സമാധാനിക്ക്. എൻ്റെ സുന്ദരിയല്ലേ. അതുമാത്രമല്ല നിച്ചൂട്ടി, ഒരു ഭാര്യ ഏറ്റവും കൂടുതൽ തൻ്റെ പുരുഷനെ വെറുക്കുന്നത് എപ്പോഴാണെന്നറിയോ? അയാൾക്ക് വേറെ സ്ത്രീയുമായി ബന്ധമുണ്ടെന്നറിയുമ്പോൾ. ഉമ്മി എന്തൊക്കെയാ പറയുന്നേ? ഇത് ഞാൻ പറയുന്നതല്ല മോനെ. കമ്പനിയിലെ മാനേജറായ ആമിന ജലീൽക്കാടെ വൈഫാണ്. അവർക്ക് 2 പിള്ളേരുണ്ടെന്ന്. ഇക്കാടെ ഫ്രണ്ടിൻ്റെ ഭാര്യയാണ് എന്നെ അറിയിച്ചത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനൊന്നും ഉണ്ടാകില്ല ഉമ്മി. ഇത് ഞാൻ എൻ്റെ വാപ്പീനോട് ചോദിച്ചിരുന്നു. അപ്പോൾ ഇക്ക ഒരു കൂസലില്ലാതെയാണ് ഇച്ചു മറുപടി പറഞ്ഞേ. ഇക്ക പറയാണ്, നീ എന്തിനാ ഇതൊക്കെ അറിയണേ? നിനക്ക് എന്തിനാ എൻ്റെ കാര്യത്തിൽ തലയിടുന്നേ? ഇത് വല്ല ശല്യമാണല്ലോ എന്നും പറഞ്ഞ് ഫോൺ വെച്ചു. എനിക്കത് കേട്ടിട്ട് സങ്കടമായി നിച്ചു മോനെ. അപ്പോഴാണ് മോൻ അങ്ങോട്ട് വന്നത്. ഉമ്മിനോട് പൊറുക്കു മോൻ എന്നും പറഞ്ഞ് കരഞ്ഞിട്ട് എൻ്റെ മേത്തേക്ക് ചാഞ്ഞു. ഞാനാണെങ്കിൽ കട്ടിലിൽ ചാരി കിടക്കുകയായിരുന്നു. ഉമ്മി മേത്തേക്ക് ചാഞ്ഞപ്പോൾ തന്നെ എൻ്റെ കുട്ടൻ ഉണർന്നു. അവന് അമ്മ പെങ്ങന്മാരെന്നൊന്നും ഇല്ലല്ലോ. കനം കുറഞ്ഞ നൈറ്റിയാണ് ഉമ്മി ഇട്ടേക്കുന്നത്. ഉമ്മിയുടെ ദേഹം വന്ന് എൻ്റെ നെഞ്ചിലാണ് മുട്ടുന്നത്. എനിക്കാണെ എൻ്റെ ശരീരം ചൂടാകാൻ തുടങ്ങി. ഞാൻ വിഷയം തണുപ്പിക്കാനായി പറഞ്ഞു, അയ്യേ, ഇത്രയേ ഉള്ളൂ എൻ്റെ ഉമ്മിക്കുട്ടി. എൻ്റെ ഉമ്മി വാപ്പി ഉമ്മീനെ സ്നേഹിച്ചില്ലെങ്കിൽ എന്താ? ഈ മോനില്ലേ ഉമ്മിക്ക്? എൻ്റെ മോനോട് പറഞ്ഞപ്പോൾ തന്നെ ഉമ്മിക്ക് ആശ്വാസമായി എന്നും പറഞ്ഞ് ഉമ്മി എൻ്റെ മടിയിലേക്ക് കിടന്നു. പടച്ചോനെ, ഞാൻ പെട്ടല്ലോ. ഉമ്മി എൻ്റെ അവിടെയാണ് തലവെച്ച് കിടന്നത്. പെട്ടെന്ന് ഉമ്മി ഒന്ന് ഞെട്ടി നേരെ ഞെരങ്ങി എൻ്റെ വയറിൽ വന്ന് കിടന്നു. എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് ഒരു കള്ളനോട്ടം നോക്കി. ഞാൻ നൈസായി പ്ലിങ്ങായി പരിങ്ങിയിട്ട് ഉമ്മീനോട് ചോദിച്ചു, എന്താണ് ഉമ്മി ഇങ്ങനെ നോക്കണേ എന്നും പറഞ്ഞ് ഞാൻ മുഖം പാറ്റി. ഒന്നുമില്ല, എൻ്റെ മോൻ വലുതായി അല്ലേ. ഞാൻ ചെറുതാക്കണമെന്നാണോ ഉമ്മി പറയുന്നേ? അങ്ങനല്ലടാ പൊട്ടാ, ഇവനോട് എങ്ങനെ പറയാനാ എൻ്റെ റബ്ബേ എന്നും പറഞ്ഞ് കവിളിൽ പിടിച്ച് നുള്ളി. വേദനിക്കുന്നു ഉമ്മി. ആണോ? കണക്കായിപ്പോയി എന്നും പറഞ്ഞ് ഉമ്മി എൻ്റെ 2 ചുണ്ടും കൂട്ടിപ്പിടിച്ച് തിരുമ്മി. എൻ്റെ കണ്ണിൽ നിന്ന് പൊന്നീച്ച പാറി. പെട്ടെന്ന് തന്നെ എൻ്റെ നോട്ടം ചെന്നത് നൈറ്റിയുടെ പുറത്തുകൂടി കൊഴുത്ത മേനിയിലേക്കാണ്. ചെക്കൻ്റെ നോട്ടം അത്ര ശരിയല്ലല്ലോ എന്നും പറഞ്ഞ് ഉമ്മി ഒരാക്കിയ ചിരി ചിരിച്ചു. എന്താണ് ഉമ്മി? ഒന്നുമില്ല എന്ന് ആംഗ്യം കാണിച്ച് ഉമ്മി ചുമലനക്കി. ഞാൻ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു, ഉമ്മി ഇപ്പോഴാ എൻ്റെ പഴയ ഉമ്മിയായേ. ആണോ? അതെൻ്റെ പുന്നാര കുട്ടനുള്ളത് കൊണ്ടാ? ആണോ ഉമ്മി? ഉമ്മിയുടെ കണ്ണ് വിടർന്നു. ആടാ, ഇതുപോലൊരു ഭർത്താവിനെയാ ഏതു പെണ്ണും സ്നേഹിക്കുന്നതും ആഗ്രഹിക്കുന്നതും. എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ മോനൂസ് കിട്ടുന്ന പെണ്ണ് ഒരിക്കലും കരയില്ലെന്ന്. അത്രയ്ക്ക് സ്വീറ്റല്ലേ എൻ്റെ മോൻ എന്നും പറഞ്ഞ് എൻ്റെ ചുണ്ടിലുമ്മി ലൈറ്റായ ഒരു മുത്തം തന്നു.
എന്താണെന്നറിയില്ല, ഞാൻ ആകെ കോരിത്തരിച്ചതുപോലെയായി. ഞാനൊന്ന് എറിഞ്ഞു നോക്കാൻ തീരുമാനിച്ച് പറഞ്ഞു, ഉമ്മി. എന്തേ കുട്ടാ? എന്നാ ഇനി എൻ്റെ ഷാഹി എന്നെ ഭർത്താവായി കണ്ടോ? ആണോടാ ചുന്ദര? അത് വേണ്ട കേട്ടോ, ഈ വയസ്സിന് എൻ്റെ മോന് വേണ്ട. മോന് നല്ല സുന്ദരിയെ ഉമ്മി കണ്ടുപിടിച്ച് തരാം കേട്ടോ, ടൈം ആകുമ്പോൾ. എൻ്റെ മുഖം നൈസായി മാറി. ഉമ്മ എണീറ്റിട്ട്, അച്ഛേ എന്താടേ വാവേ കരയുന്ന പോലെ ആയല്ലോ. ഉമ്മയുടെ കുട്ടൻ ഉമ്മയുടെ എല്ലാം ആണ് പോരെ. ഞാൻ ഇന്നെന്ന് മൂളി. വാ ഉമ്മി, എനിക്ക് വിശക്കുന്നു, ഫുഡ് എടുത്തതാ എന്നും പറഞ്ഞ് ഞാൻ പയ്യെ മടിയിന്ന് മാറ്റി. ആ ആള് കൊള്ളാമല്ലോ നീ, ഇനി എൻ്റെ മടിയിൽ കിടക്കാൻ വാട്ടാ, കാട്ടിത്തരാം. അയ്യോ ഉമ്മി പിണങ്ങല്ലേ, എനിക്ക് വിശന്നിട്ടാ, വാ അടിയിലേക്ക് എന്ന് പറഞ്ഞ് ഉമ്മി സ്റ്റൈലായി ചിരിച്ചിട്ട് പോയി. ഞങ്ങൾ അടിയിൽ ചെല്ലുമ്പോൾ റമി സോഫയിൽ ഇരിക്കുന്നുണ്ട്. കുഞ്ഞുവിനെ കാണുന്നില്ല. ഉമ്മി ചോദിച്ചു, റമിക്കുട്ട ഉമ്മി എന്തേ? കൂടെ നേരായി അവിടേക്കുന്നേ. ഞാനും ഉമ്മിയും റൂമിലേക്ക് പോകുമ്പോൾ കുഞ്ഞു കമിഴ്ന്ന് കിടക്കുന്നതാണ് കണ്ടത്. ബെസ്റ്റ് കുഞ്ഞുവിൻ്റെ ഉരുളി പോലെയുള്ള ബാഗ് തള്ളിയാണ് കിടക്കുന്നത്. ഞാൻ പെട്ടെന്ന് നോട്ടം മാറ്റി. ഉമ്മി ചോദിച്ചു, എന്തു പറ്റി ഐഷ, എന്താ ഈ സമയത്ത് കിടക്കുന്നേ, പറ. ഒന്നുമില്ലുത്താ, രാവിലെ മുതൽ നല്ല വേദന. അത് വയറുവേദനയല്ലേ, അത് മാറിക്കോളും. അതല്ലിത്ത, എനിക്ക് വയറല്ല വേദനിക്കുന്നേ, എൻ്റെ നെഞ്ചിൻ്റെ അവിടെയാ നീര് പോലെ തടിച്ചു നിൽക്കുന്നു. വേദന എടുത്ത് സഹിക്കാൻ പറ്റുന്നില്ല. എവിടെ ഐഷ, നീ കാണിച്ചേ. നിച്ചു, നീ എന്ത് നോക്കി ഇരിക്കുകയാണ്, അപ്പുറത്തേക്ക് പൊക്കേ. ഞാൻ പോകാൻ തുടങ്ങിയപ്പോൾ കുഞ്ഞു പറഞ്ഞു, അവൻ നമ്മുടെ മോനല്ലേ ഇത്ത, അവൻ അവിടെ നിന്നോട്ടെ എന്നും പറഞ്ഞ് എൻ്റെ കൺമുന്നിലൂടെ കുഞ്ഞുവിൻ്റെ വയറ്റിൽ പൂവിൻ്റെ ഡിസൈനുള്ള നൈറ്റി ഊരി മാറ്റി. ആ കാഴ്ച കണ്ടിട്ട് എൻ്റെ വായിന്ന് വെള്ളം വരാതായി. നെഞ്ച് പടപടാന്നിടിക്കാൻ തുടങ്ങി. പക്ഷേ കുഞ്ഞുവിൻ്റെ മുഖത്തെ വേദന കണ്ടപ്പോൾ എൻ്റെ എല്ലാ വികാരങ്ങളും പോയി. ഉമ്മി നോക്കുമ്പോൾ അവിടൊക്കെ നീലിച്ച് കിടക്കുന്നുണ്ട്. ഉമ്മി വേഗം തന്നെ ഉമ്മിയുടെ ഫ്രണ്ടുണ്ട്, ഡോക്ടർ നാൻസി, അവരെ വിളിച്ച് കാര്യം പറഞ്ഞു. അവർ പറഞ്ഞു, ഒരു ഗൈനക്കിനെ കണ്ടാൽ പ്രശ്നം എന്താണെന്നറിയാൻ പറ്റും. അവരൊരു അഡ്രസ്സ് തന്നു, ഡോക്ടർ ചെറിയാൻ, ഇരിഞ്ഞാലക്കുട. നാൻസി ആൻറ്റി പറഞ്ഞു, വൈകിട്ട് 3 മണിക്ക് അവരെ കണ്ടാൽ മതി. അങ്ങനെ ഞങ്ങൾ 3 മണിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായി. ഉമ്മി പറഞ്ഞു, നിച്ചു ഞാനും ഐഷയും പൊക്കോളാം, നീ ഇവിടെ റമിയുടെ അടുത്തിരുന്നോ. എന്താണ് ഉമ്മി, എനിക്കിവിടെ ഇരുന്നാൽ വട്ടാകും, ഞാനും വരാ. പറയണ കേക്ക്, നീ പേടിക്കണ്ട, അവനെ നോക്കേണ്ടതല്ലേ, അവനെ ഉറക്കിയിട്ടേ പോകൂ, നീ ഉറങ്ങിക്കോ. അവളുമാർ വന്നാൽ ഇവിടെ ആരുമില്ലേ, വീട് 2 ആക്കും, അതാണ്. ഞാൻ ഉമ്മെന്ന് മൂളി. ഞാൻ പോയി ഫുഡ് കഴിച്ച് റൂമിൽ പോയി കിടന്നു. എന്നാലും എന്തൊരു പൂമേനയാണ് കുഞ്ഞാടെ. കൊതിയാകുന്നു, കടിച്ച് തിന്നാൻ തോന്നും. വെറുതെ അല്ല, മോൾക്കും അതുപോലെ തന്നെ കിട്ടിയേക്കുന്നത്. 2ഉം സ്കൂൾ വിട്ട് വരട്ടെ. നോക്ക, കുഞ്ഞുവിനെ കുഞ്ഞാപ്പ ഒന്നും ചെയ്യാറില്ല എന്നാ തോന്നുന്നേ. ഇപ്പോഴും എന്താ ബോഡി ഷേപ്പ്, ഒന്നും ഒട്ടും ഉടഞ്ഞിട്ടില്ല. എന്തൊക്കെ ചിന്തിച്ച് ഞാൻ ഉറങ്ങിപ്പോയി. ആരോ വന്ന് വിളിക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ എണീറ്റത്. നോക്കുമ്പോൾ ഉമ്മി. എന്താണ് ഉമ്മി? ഞാൻ നോക്കുമ്പോൾ ബ്ലാക്ക് സാരിയിൽ ബ്ലാക്ക് ബ്ലൗസ്, റെഡ് ഹിജാബ്, ഒരു മൊഞ്ചത്തി തന്നെ. ഇഷ്ടമായില്ലേ? വേണ്ട, ഞാൻ പോണു. പിണങ്ങല്ലേ മുത്തേ, സുന്ദരിയായിട്ടുണ്ടല്ലോ. ഞാൻ എണീറ്റ് ഉമ്മയുടെ കവിളിലൊരു ഉമ്മം കൊടുത്തു. മതി മതി, കൊഞ്ചാണ്ട് മാറ്, അല്ലെങ്കിൽ എൻ്റെ സാരി ചുളിയും. ഉമ്മി എന്നെ ഒരു ഉമ്മൻ തന്ന് എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് അടിയിലേക്ക് പോയി. പോകുന്ന വഴി സാരി ചുളുങ്ങാണ്ടിരിക്കാൻ പൊക്കിയപ്പോൾ എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. ഉമ്മിയുടെ പിന്നഴക് കണ്ടിട്ട് കുട്ടനും ഞാനും ഒരുമിച്ച് എണീറ്റ്. എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. എന്തു സൂപ്പറാണത്. തിരിച്ച് റൂമിലേക്ക് വന്ന് ഞാൻ എണീറ്റ് മുഖം കഴുകി നേരെ അടിയിലേക്ക് പോയി. നോക്കുമ്പോൾ കുഞ്ഞും റെഡിയായിട്ടുണ്ട്. കുഞ്ഞു ഇടിവെട്ട് കളർ ബ്ലൂ ചുരിദാറാണ് ഇട്ടേക്കുന്നത്. കുഞ്ഞു ചുരിദാറാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കുഞ്ഞുവിനെ കണ്ടപ്പോൾ വീണ്ടും എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെയായി. കുഞ്ഞുവിൻ്റെ കൊഴുത്ത മേനി പൊതിഞ്ഞ ഒരു ബ്ലൂ ചുരിദാറും അതിനോട് മാച്ച് ചെയ്യുന്ന ഷോളും. ഞാൻ കുഞ്ഞുവിൻ്റെ അവിടെ എവിടെയൊക്കെ നോക്കുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു. കുഞ്ഞു തല ഷോള് വെച്ച് മറച്ചു. അവർ 2 പേരും കൂടി കാറിൽ ഡോക്ടറുടെ വീട്ടിലേക്ക് പോയി. ഞാൻ സോഫയിൽ TV നോക്കി കിടന്നു. നോക്കാൻ പാടില്ലാത്ത കണ്ണുകൊണ്ടാണല്ലോ ഞാൻ എൻ്റെ ഉമ്മാനെയും കുഞ്ഞുവിനെയും നോക്കിയേ. വേണ്ടായിരുന്നു.
കോളേജ് വിട്ട് റംസിയും നിൻസിയും വീട്ടിലേക്ക് നീങ്ങുകയാണ്. റംസി നിൻസിയോട് ചോദിച്ചു, എന്തായിരുന്നു ഇന്നലെ രണ്ടാളും കൂടെ റൂം പൂട്ടിയിരുന്ന് സംസാരിച്ചേ? നിൻസി ഒന്ന് പരിങ്ങി. എന്ത് സംസാരിക്കാൻ? ഇത്താ, എന്നോട് ഒളിക്കാൻ നോക്കല്ലേ, ഞാൻ കണ്ടുവല്ല. നിൻസി ചിരിച്ചിട്ട് പറഞ്ഞു, ഞാനും കണ്ടായിരുന്നു രാത്രി ആരാണ്ടൊക്കെ ഏതോ ഏത്തപ്പഴം തിന്നുന്നത്. റംസി പെട്ടെന്ന് സ്ലോ ആയി. ഇത്താ, സോറി. എന്തിന്? അങ്ങനെയാണ് ഞാനും പറയണ്ടേ? എന്തായാലും ഇക്കാനോട് പറയണ്ട, എനിക്കും നിനക്കും ഇതൊക്കെ അറിയാമെന്ന്. അല്ലെങ്കിലേ പേടിത്തൊണ്ടനാ, ഇതും കൂടി അറിഞ്ഞാൽ വല്ലതും ചെയ്തു കളയും. ഇത്താ, നമ്മൾ ഈ ചെയ്യുന്ന തെറ്റല്ലേ? എനിക്കെന്തോ പേടിയാവുന്നു. ആരേലും അറിഞ്ഞാൽ. ഓ, ഒരു പേടിക്കാരി വന്നേക്കണ്. ഇന്നലെ ഇതൊന്നും കണ്ടില്ലല്ലോ. അത് ഞാൻ പെട്ടെന്ന് അതൊക്കെ കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി ഇത്താ. നമുക്ക് ഏതായാലും ഇക്കാനെ കെട്ടാൻ പറ്റൂല. പിന്നുള്ളത് ഇങ്ങനെയാണ്, മാക്സിമം എൻജോയ് ചെയ്യുക, അത്ര തന്നെ. അവർ സംസാരിച്ച് വീടെത്തി. വാതിൽ തുറക്കണ സൗണ്ട് കേട്ടപ്പോൾ മനസ്സിലായി രണ്ടും വന്നെന്ന്. വന്ന പാടെ എന്നെ നോക്കി ചിരിച്ച് രണ്ടും കൂടെ കിച്ചണിലേക്ക് ഓടി. ഞാൻ നോക്കുമ്പോൾ കിച്ചൺ സ്ലാബിലിരുന്ന് ഏതാണ്ടൊക്കെ തിന്നുന്നു രണ്ടും. ഡീ, എന്താ പരിപാടി രണ്ടും കൂടി? നിൻസി പറഞ്ഞു. ഒന്നുമില്ലടാ കൊരങ്ങ, സോറി ഇക്കാക്ക. ഓ, എന്തൊരു റെസ്പെക്റ്റ്, ഇത്ര ഒന്നും വേണ്ട. ബ്ലാ ബ്ലാ. ഇക്കാക്ക് എന്താണ്? ഉമ്മി എവിടെ? ഹഹ, ചുമ്മാ ആക്കിയാണ്. അവർ ഡോക്ടറെ കാണാൻ പോയി. ആർക്ക്? കുഞ്ഞിക്ക്. ഉമ്മിക്ക് എന്തു പറ്റി? ഏയ് ഒന്നുമില്ലടി, കുഞ്ഞാടെ ഇവിടെ ചെറിയ നീര്. എവിടെ? പിള്ളേരത്ര അറിഞ്ഞാൽ മതിയിട്ടാ. ഓ, ഇക്കാക്കയോട് ചെയ്തതിനെ ഭേദം ചോദിക്കാണ്ടിരുന്നാൽ മതി. നമുക്ക് ഉമ്മീനെ വിളിക്കാം റംസി. ഞാൻ പോയി ഫോൺ എടുക്കട്ടെ. നിൻസി എൻ്റെ അടുത്ത് വന്നിട്ട് ഒറ്റ തട്ട്, എന്നിട്ടൊരോട്ടം. ഡീ, നിൽക്കാൻ. പോടാ കുരങ്ങ, നീ നന്നാവൂല. അവൾ എൻ്റെ ഫോൺ എടുക്കാൻ പൊക്കത്തേക്ക് പോയി. ഞാൻ നോക്കുമ്പോൾ കാലത്തുണ്ടാക്കി ഇടിയപ്പം നല്ല തട്ടാണ് റംസി. നീ തിന്നുന്ന ഒന്നും നിൻ്റെ ശരീരത്തിൽ കാണുന്നില്ലല്ലോ മോളെ എന്നും പറഞ്ഞ് റംസിയെ ഞാൻ ആക്കി ചിരിച്ചിരിച്ചു. അപ്പോൾ ദേഷ്യത്തോടൊരു നോട്ടം. മുഖമാകെ ചുമന്ന് തൊടുത്ത് ആപ്പിൾ പോലായി. ക്രീം കളർ ടോപ്പും കാപ്പി കളർ പാൻറ്റും ക്രീം കളർ ഹിജാബുമാണ് പെണ്ണിട്ടേക്കുന്നത്. ഹിജാബ് തലേന്ന് ഊർന്നു വീണ് കിടക്കുകയാണ്. പെണ്ണിൻ്റെ കൊഴുത്ത മേനി തുറിച്ച് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ അതിൽ തന്നെ ദഹിപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ എന്തായിക്കാ ഇങ്ങനെ നോക്കണേ? അവളുടെ മുഖം ചുവന്നു തുടുത്തു. ഇപ്പോൾ തൊട്ട പൊട്ടി ചോര വരുന്നത് പോലെയായി. ഒന്നുമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ മൊത്തത്തിൽ. ഓ, എൻ്റെ പൊന്നു മോൻ ഇന്നാണ് ഇതൊക്കെ നോക്കുന്നേ. നേരത്തെ നോക്കിയിരുന്നെങ്കിൽ തരുമായിരുന്നാ. ഒന്ന് പോയേക്ക. ദേ, ഇത്ത വരൂട്ടായിപ്പോ. ഇപ്പോൾ പോണേലേ ഞാൻ. ശരി, നമ്മളെ ഒന്നും ആർക്കും വേണ്ടല്ലോ. അത് പറഞ്ഞപ്പോൾ പെണ്ണിൻ്റെ മുഖം മാറി. അവൾ പാത്രമെടുത്ത് തിരിഞ്ഞ് കഴുകാൻ തുടങ്ങി. ഞാൻ നിൻസി വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തി അവളെ പിറകെ കെട്ടിപ്പിടിച്ചു. അവൾ എന്നെ തട്ടി മാറ്റി. എന്നോട് കൊഞ്ചാൻ വരണ്ട, പോയേ. ഞാൻ ഒന്നും കൂടി അവളെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചു. അവളുടെ വയറിന് താഴെയായി പിടിച്ച് കഴുത്തിൽ ഉമ്മ വെച്ചു. വെറുതെ പറഞ്ഞതാണ് എൻ്റെ പൊന്നെ എന്ന് ഞാൻ പറഞ്ഞു. നീ ഇത്ര പാവമായി പോയല്ലോ റംസിക്കുട്ടി. കരയല്ലേ, അവളെങ്ങാനും വരും എന്നും പറഞ്ഞ് അവളുടെ വെളുത്ത പെൺകഴുത്തിൽ എൻ്റെ കുറ്റിത്താടി വെച്ചുരച്ചു. അവൾ സീൽക്കാരമടിക്കാൻ തുടങ്ങി. പ്ലീസ് വേണ്ടിക്ക. അവളുടെ വിയർപ്പിൻ്റെ പ്രത്യേക മണം മൂക്കിലേക്കടിച്ചു. അടങ്ങി നിൽക്ക് പെണ്ണേ. അവൾ നിന്ന് പൊങ്ങാൻ തുടങ്ങി. പ്ലീസ് ഇക്ക, വേണ്ട, ഇത്ത വരും. അതൊന്നും കേൾക്കാതെ ഞാൻ കുറച്ചങ്ങ് മുതലാക്കി. അവൾ എന്നെ തള്ളി മാറ്റി റൂമിലേക്ക് ഓടി. ഞാൻ പിറകെ ചെന്നു. അവളോടൊപ്പം റൂമിലേക്ക് കയറി വാതിലടച്ചു. പ്ലീസ് ഇക്ക, ഇത്ത ഫോൺ വിളിച്ച് ഇപ്പോൾ വരും, ഞാൻ പിന്നെ വരാം. ഞാൻ വാതിൽ തുറന്ന് പുറത്ത് വന്നതും നിൻസി ഫോണുമായി അടിയിലേക്ക് വന്നു. അവർ രാത്രിയാകും വരുമ്പോൾ ഇപ്പോൾ എത്തിയേ ഉള്ളൂ. ലാസ്റ്റ് നമ്പറാണ് അവരുടെ. ചായ വെക്കുമോ? അയ്യോടാ, തന്നെത്താനെ അങ്ങ് ഇട്ട് കുടിച്ചാൽ മതി. തരാൻ പറ്റുമെങ്കിൽ താ. ഇല്ലേ വേണ്ട. അങ്ങനെ പിണങ്ങല്ലേ ഭായ് എന്നും പറഞ്ഞ് നിൻസി സോഫയിലിരുന്ന് എൻ്റെ മടിയിൽ വന്നിരുന്നു അവൾ. ഞാൻ പ്രത്യേക ഭാവത്തിൽ അവളുടെ കണ്ണിലേക്ക് നോക്കിയിരുന്നു. അവൾ തിരിച്ചെന്നെയും. കുറച്ച് കഴിഞ്ഞ് അവൾ മുഖം മാറ്റി. അവളുടെ മുഖം നേരെയാക്കി. അവളുടെയും എൻ്റെയും ചുണ്ടോടടുപ്പിക്കലും റംസി വാതിൽ തുറന്നു വന്നു. കോപ്പ്, ഇവളൊന്നിനും സമ്മതിക്കൂലല്ലോ. നിൻസി അത് കേട്ട് ചിരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് റൂമിൽ നിന്ന് റമിയുടെ സൗണ്ട് കേട്ടു.
റംസി ചെല്ല്, അവൻ എണീറ്റിട്ടുണ്ട്. എനിക്ക് പറ്റൂല അവനെ നോക്കാൻ. ഇക്കാക്ക ഒന്ന് പോ. പിന്നെ നീ തന്നെ പോയാൽ മതി. മതി, ഞാൻ നോക്കിക്കോളാം, നിൻസി പറഞ്ഞു. ഇക്ക, അവർ വരുമ്പോൾ രാത്രിയാകും. എനിക്കൊന്നും വയ്യ ഫുഡ് ഉണ്ടാക്കാൻ. എന്തേലും ടൗണിൽ നിന്ന് വാങ്ങിക്കോ? അതിന് എൻ്റെ കയ്യിൽ പൈസയില്ല. ഓഹ്, ഇങ്ങനെ ഒരു പിശുക്കൻ അടുക്കളയിൽ ഉമ്മിയുടെ ചെപ്പിലുണ്ട്. ഡീ പോത്തെ, നീ വരുന്നുണ്ടാ? എവിടെയും കൊണ്ട് മറിച്ചിടല്ലേ ഏട്ടാ, റംസി പറഞ്ഞു. അപ്പോൾ നിൻസി ചോദിച്ചു, അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാകൂലേ? നിനക്കല്ലേ ബോഡി ഗാർഡ് ഉള്ളത്? നിങ്ങൾ കളിയാക്കൊന്നും വേണ്ട, പോയിട്ട് വേഗം വാ. അവൾ എൻ്റെ അടുത്തുനിന്ന് എണീറ്റ് നേരെ കുഞ്ഞാടെ റൂമിലേക്ക് പോയി. ഞാൻ മോളിൽ പോയി ഒരു ബോക്സറും ബനിയനും ഇട്ടു. അടിയിൽ റംസിയെ നോക്കുമ്പോൾ അവളൊരു ടൈറ്റ് ഇളം നീല ചുരിദാറും ലെഗിങ്സുമാണ് ഇട്ടേക്കുന്നത്. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഉള്ളൊന്ന് കാളി. ഞങ്ങൾ ബൈക്കിൽ ടൗണിലേക്ക് പോയി. അവൾ 2 സൈഡാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ ഫ്രണ്ട് വന്നെൻ്റെ പുറത്തിടിക്കുമ്പോൾ ഞാൻ എയറിൽ പോകുന്ന പോലെയായി. ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് പിടിച്ച് അവളുടെ ആ ടച്ചിങ്സ് കൂടുതൽ ആസ്വദിച്ചു കൊണ്ടിരുന്നു. അവൾ പറഞ്ഞു, ഇക്കാക്ക വേണ്ട, റോഡാണ്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, റംസിക്കുട്ടി, നമുക്ക് സാധനം വാങ്ങിയിട്ട് പെട്ടെന്ന് വീട്ടിൽ കയറണ്ടേ? അതെന്താ ഇക്ക? എനിക്ക് കൊതിയാകുന്നു റംസി. നീ ഇങ്ങനെ വന്ന് എൻ്റെ പുറത്തിടിക്കുമ്പോൾ എനിക്ക് ഫീലിങ്സ് കൂടുന്നു. പ്ലീസ്, ഞാൻ പറയണ കേക്ക്. ഇക്കാക്ക എന്തോട്ടാ പറയണേ? എടി, എനിക്ക് നിന്നെ എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നു. ഇക്കാക്ക ഒന്ന് പോയേ, ഞാൻ പറഞ്ഞില്ലേ രാത്രി നോക്കട്ടെ എന്ന്. പിന്നെന്താണ്? അതുവരെ പറ്റുന്നില്ല, പ്ലീസ്. ഇക്ക, ആരെങ്കിലും കണ്ടാൽ അറിയാലോ, എനിക്ക് പേടിയാണിക്ക. എടി, ഞാനില്ലേ, പ്ലീസ്. നോക്കട്ടെ. നിയാസും റംസിയും സാധനം വാങ്ങി തിരികെ വീടെത്തി. അവൻ അവളുടെ കയ്യിൽ പിടിച്ച്, വാ അങ്ങോട്ട് പോകാം. ഇക്ക പ്ലീസ്, ഞാൻ എങ്ങനെയെങ്കിലും രാത്രി വരാം പ്ലീസ്. ഇപ്പോൾ ആരെങ്കിലും കണ്ടാൽ പിന്നെ അറിയാമല്ലോ. ഞാൻ മെല്ലെ തലയാട്ടി ബൈക്ക് വീട്ടിലേക്കെടുത്തു. ഹാളിലേക്ക് ചെല്ലുമ്പോൾ നിൻസിയുടെ മടിയിൽ കിടന്നുറങ്ങുന്ന റമിയാണ് കാണുന്നത്. നല്ല സ്നേഹത്തിലാണല്ലോ രണ്ടും. നിങ്ങൾ നോക്കില്ലല്ലോ ഇതിനെ, പിന്നെ എന്തു ചെയ്യും? ശരി എന്ന് പറഞ്ഞ് ഞാൻ റൂമിലേക്ക് പോയി. നേരം കുറേ വൈകി. ഡോക്ടറെ കാണാൻ പോയി ഷാഹിനെയും ഐഷായും തിരിച്ചെത്തി. ഷാഹിനെ വന്ന പാടെ തൻ്റെ മകനെയാണ് ആദ്യം നോക്കിയത്. നിൻസി അത് കണ്ടിട്ട്, കണ്ടാ തള്ളയ്ക്ക് ഞങ്ങളെ ഒന്നും വേണ്ട, പുന്നാരം മോനെ അന്വേഷിച്ച് മോളിപ്പോയ കണ്ടാ? നിനക്ക് എന്താണ് നിൻസി? ഇത്താക്ക് അവനല്ലേ ഉള്ളൂ, എന്തിനും അതുകൊണ്ടല്ലേ? കുഞ്ഞാ ചോദിച്ചു. എടി, റമി വല്ലതും തിന്നാ? റംസി പറഞ്ഞു, അതുമ്മി പേടിക്കണ്ട, ഞങ്ങൾ കൊടുത്തില്ലേലും നിൻസി കൊടുത്തോളൂ. അതെനിക്കറിയാം, നീ അവനെ നോക്കൂലെന്ന്. എൻ്റെ നിൻസി മോൾ അവനെ നോക്കൂന്നറിയാം. ഷാഹിന് നേരെ അവൻ്റെ റൂം തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അവൻ കിടന്നുറങ്ങുന്നതാണ് കണ്ടത്. അവൾ അവൻ്റെ അടുത്തിരുന്ന് അവൻ്റെ തലമുടി തലോടാൻ തുടങ്ങി. എനിക്കെന്തോ പോലെ തോന്നിയപ്പോൾ ഞാൻ എണീറ്റ് തിരിഞ്ഞപ്പോൾ ഉമ്മി എന്നെ നോക്കിയിരിക്കുന്നു. എന്താണ് ഉമ്മി, ഒരു റൊമാൻറ്റിക് നോട്ടം? ഒന്നുമില്ല. ഉമ്മിയുടെ പൊന്നിനെ നോക്കിയിരുന്നതല്ലേ. പടച്ചോൻ എനിക്ക് തന്ന കനിയല്ലേ നീ? ഉമ്മി തുടങ്ങിയാ എന്നും പറഞ്ഞ് ഞാൻ കട്ടിലിൽ നിന്നും എണീറ്റ് ഉമ്മയുടെ മടിയിലേക്ക് തലവെച്ച് കമിഴ്ന്ന് കിടന്നു. എനിക്കെന്തോ ഉമ്മയുടെ അരക്കെട്ടിൽ നിന്നും എന്തോ മത്ത് പിടിപ്പിക്കുന്ന മണമടിച്ച് മൂക്കിലേക്ക് കയറി. ഞാൻ ഒന്നും കൂടി എൻ്റെ ചുണ്ട് അവിടെ അമർത്തി. ഉമ്മി എൻ്റെ മുടി തലോടിക്കൊണ്ട് തന്നെ കിടന്നു. തിരിഞ്ഞു കിടന്ന ഞാൻ ഉമ്മയെ നോക്കിക്കിടന്നു. എന്താടാ മോനൂസെ ഇങ്ങനെ നോക്കുന്നേ? എൻ്റെ ഉമ്മയുടെ മൊഞ്ച് നോക്കിയതാ ഞാൻ. സോപ്പിംഗ് ആണല്ലേ? സോപ്പിംഗ് ഒന്നുമില്ല. ഉമ്മയുടെ അത്രയും ഷേപ്പുള്ള ബോഡി ഞാൻ ആർക്കും കണ്ടിട്ടില്ല. എന്തൊക്കെ വൃത്തികേടായി പറയുന്ന ചെക്കൻ. കള്ള തിരുമാലി, സ്വന്തം ഉമ്മയുടെ ശരീരമാണോ നോക്കി വെള്ളം ഇറക്കുന്നേ? ഇപ്പം അങ്ങനെ ആയാ? എന്നോട് മിണ്ടണ്ട. രാവിലെ എന്തൊക്കെയോ പറയാനുണ്ടായില്ല, ഞാൻ എല്ലാം ആണെന്ന്. ഇപ്പം മാറ്റിയോ? അയ്യോ, ഇനി പിണങ്ങേണ്ട, നീ തന്നെ എൻ്റെ എല്ലാം പോരെ. വാപ്പീനേക്കാൾ ഇഷ്ടം എന്നെയാണോ? നിന്നെയും വാപ്പീനെയും? അത് പറ്റൂല, ഒരാളെ പറ. ഈ ചെക്കൻ, നിന്നെ എനിക്കെൻ്റെ ജീവനേക്കാൾ ഇഷ്ടമാണ്. പിന്നെ നിൻ്റെ വാപ്പി എന്നെ താലി കിട്ടിയ പുരുഷനല്ലേടാ, എനിക്കിഷ്ടമില്ലാതിരിക്കുമോ? അയ്യോ പോട്ടെ, കരയല്ലേ, ഞാൻ ചുമ്മാ ഇളക്കാൻ പറഞ്ഞതല്ലേ. ഉമ്മി എൻ്റെ തല മാറ്റി എണീച്ചു പോകാൻ പോയി. ഞാൻ ഉമ്മിയുടെ കൈ പിടിച്ച് എൻ്റെ കൂടെ ഇരുത്തി ഉമ്മിയുടെ കണ്ണിൽ നോക്കിയിരുന്നു.
പെട്ടെന്ന് എപ്പോഴോ നോക്കുമ്പോൾ എൻ്റെയും ഉമ്മയുടെയും ചുണ്ടുകൾ അടുത്തടുത്തേക്ക് വരുന്നു. എൻ്റെ ചുണ്ടും ഉമ്മയുടെ ചുണ്ടും പരസ്പരം വിറക്കുന്നു. എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ ഞാൻ ഉമ്മയുടെ ചുണ്ടിൽ എൻ്റെ ചുണ്ടമർത്തി. ഉമ്മയും അതേ സ്പീഡിൽ തന്നെ തിരിച്ചും. കുറച്ചു നേരം ഞങ്ങൾ പരസ്പരം ചുംബനം പങ്കുവെച്ച് അങ്ങനെ നിന്നു. പെട്ടെന്ന് സുബോധം വീണ്ടെടുത്ത് ഉമ്മി എന്നെ തള്ളി മറിച്ചിട്ട് റൂമിൽ നിന്നിറങ്ങിപ്പോയി. എനിക്ക് ദേഷ്യവും സങ്കടവും സന്തോഷവും ഒരുമിച്ച് വന്നു. ഉമ്മി റൂമിൽ നിന്നും പോയതിന് ശേഷം എനിക്ക് ആകെ മൂഡൗട്ടായി. ഞാൻ കുറച്ചു നേരം കിടന്നിട്ട് മെല്ലെ ഹാളിലേക്ക് വന്നു. സോഫയിൽ റംസിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് നിൻസി. എന്തുപറ്റി ഇവക്ക്? ഇത്താക്ക് പഴയ തലവേദന പിന്നെയും വന്നു. അപ്പോൾ ഇന്നത്തെ കാര്യത്തിൽ തീരുമാനമായി. ഇനി പെണ്ണൊന്നും കഴിക്കില്ല. ഉമ്മയൊക്കെ എവിടെ? അവിടെ റൂമിലിരുന്ന് സംസാരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വരാം. ഡോറ് തുറക്കുമ്പോൾ ഉമ്മയും കുഞ്ഞയും എന്തോ കാര്യമായി സംസാരിക്കുകയാണ്. ഡോറ് തുറന്നകത്ത് കയറിയപ്പോൾ റമി ഉമ്മിയുടെ മടിയിൽ തലവെച്ച് കിടക്കുവാണ്. ഉമ്മി പിങ്കിൽ പൂക്കളുള്ള ഒരു നേരിയ നൈറ്റിയാണ് ഇട്ടേക്കുന്നത്. ഉമ്മിയുടെ നൈറ്റിയുടെ 2 ഹുക്കും വീണ് കിടക്കുകയാണ്. എൻ്റെ കണ്ണ് അങ്ങോട്ടേക്ക് സ്കാൻ ചെയ്തപ്പോൾ ഉമ്മി അവനെ ഉമ്മിയുടെ മടിയിൽ നിന്ന് ബെഡിലേക്ക് കിടത്തി. അവൻ അപ്പോഴേക്കും നല്ല ഉറക്കമായി. കുഞ്ഞ ഒരു മഞ്ഞ നൈറ്റിയാണ് ഇട്ടേക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്താണ് രണ്ടും കൂടി ഒരു ഗൂഢാലോചന? മറുപടി പറഞ്ഞത് കുഞ്ഞയാണ്. ഏയ്, ഞങ്ങൾ ഓരോന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഉമ്മി അടുക്കളയിലേക്ക് പോയി. കുഞ്ഞാ പറഞ്ഞു, ഞാൻ ഇനി ഒരു കാര്യം പറയാം. മോൻ കരയരുത്, ധൈര്യം ചോർന്നു പോകരുത്. നീ അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. കുഞ്ഞ മുഖവുരിടാതെ കാര്യം പറഞ്ഞേ. കുഞ്ഞ പറഞ്ഞു, രാവിലെ നിൻ്റെ ഉമ്മി കുറേ കരഞ്ഞില്ലേ നിൻ്റെ വാപ്പിയുടെ കാര്യം പറഞ്ഞ്? അതൊക്കെ സത്യമാണ്. ഞാൻ വീണ്ടും അന്താളിച്ചിരുന്നു. എന്താ കുഞ്ഞായി പറയുന്നേ? സത്യമാടാ കുഞ്ഞ പറയുന്നേ. അവരുടെ പേര് ആമിന. കുഞ്ഞാടെ വാട്സപ്പ് തുറന്ന് ഒരു കൂട്ടുകാരിയുടെ നമ്പർ തുറന്നു എന്നെ കാണിച്ചു. അത് കണ്ടപ്പോൾ തന്നെ എൻ്റെ പകുതി ജീവൻ പോയി. വാപ്പ അവരെ ചേർത്ത് പിടിച്ചു നിൽക്കുന്നു. കൂടെ 2 വയസ്സ് തോന്നിക്കുന്ന ഒരു കൊച്ചുമുണ്ട്. ഓരോന്നും വെറൈറ്റി ഫോട്ടോകൾ. അടുത്തത് കണ്ട് ഞാൻ വീണ്ടും ഞെട്ടി. കുഞ്ഞാപ്പയും ഒരു മിസ്രി പെണ്ണും നിൽക്കുന്നു. കുഞ്ഞാനെ നോക്കുമ്പോൾ കുഞ്ഞാ കരയുന്നില്ല. എങ്കിലും കുഞ്ഞാടെ കണ്ണ് കലങ്ങിയിട്ടുണ്ട്. ഞാൻ ഫോൺ കുഞ്ഞാടയിൽ കൊടുത്തു. തളർന്ന് അവിടെ ഇരുന്ന് കുഞ്ഞ വന്നെൻ്റെ അടുത്തിരുന്നു. എന്തൊരു വിധിയാണ് കുഞ്ഞാ നിങ്ങൾക്ക് പടച്ചോൻ തന്നേക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞിട്ട് എങ്ങനെ ഇവിടെ നിൽക്കുന്നു? ഞാനത് പറയുമ്പോഴും കുഞ്ഞ മെല്ലെ ചിരിക്കുവാണ്. എനിക്ക് നിൻ്റെ ഉമ്മക്കും വേണമെങ്കിൽ ഇതറിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ പോകാമായിരുന്നു. പക്ഷെ അവിടെ ആരാ ഉള്ളത്? പാടില്ലാതെ കിടക്കുന്ന എൻ്റെ ഉപ്പയോ അതോ ഇത്താട് അനിയനും അനിയത്തിയോ? അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും നിച്ചുമോനെ? പിന്നെ ഞങ്ങൾക്കൊരാശ്വാസം നീ ഉണ്ടല്ലോ എന്നാണ്. അതാണ് അത്രയും കഷ്ടപ്പെട്ട് നിൻ്റെ ഉമ്മി പാപ്പിയുടെ കാല് പിടിച്ച് നിനക്കവിടെ അഡ്മിഷൻ വാങ്ങിയത്. കുഞ്ഞാടെ വാക്കുകൾ എൻ്റെ മനസ്സിലാണ് കൊണ്ടത്. ഞാൻ കുഞ്ഞയെ പിടിച്ച് എൻ്റെ അടുത്തിരുത്തി വാക്ക് കൊടുത്തു, എന്തു വന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അത് കേട്ടപ്പോൾ കുഞ്ഞ എന്നെ അമർത്തി കെട്ടിപ്പിടിച്ച് കവളിലൊരു ഉമ്മ തന്നു. കുഞ്ഞാടെ നെഞ്ച് എൻ്റെ നെഞ്ചിൽ അമർന്നപ്പോൾ എനിക്കാകെ കോരിത്തരിച്ചതുപോലെയായി. ഞാൻ അവിടെ നിന്ന് മെല്ലെ ഹാളിൽ വന്നിരുന്നു. റംസി അവിടെ ഇരുന്ന് സോങ് കേൾക്കുന്നുണ്ട്. ഉമ്മയും നിൻസിയും ഇല്ല. ഞാൻ ചോദിച്ചു, ഡീ പൊട്ടിക്കാളി, അവരെവിടെ? എന്തിനാണാവോ അവരെ ചോദിക്കണേ? അതോ ആരും ഇല്ലെങ്കിൽ നിന്നെ ചെയ്യാമല്ലോ ഇവിടെ കിടത്തി. അത് പറഞ്ഞപ്പോൾ അവളുടെ മുഖമാകെ തുടുത്ത് ചുണ്ടൊക്കെ വിറച്ചു. ഇക്കാക്കിത്തിരി കൂടുന്നുണ്ടേ. ഓ, എന്നാ വേണ്ട, ഞാൻ അവരെ ഒന്ന് കണ്ടിട്ട് വരാം. തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ എന്നെ നോക്കി ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ വരാട്ടാ. അവൾ പോടാ എന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചിട്ട് ഉമ്മിയുടെ റൂമിലേക്ക് പോയി. അവിടെ ഉമ്മിയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുകയാണ് എൻ്റെ കാന്താരി പെങ്ങൾ നിൻസി. ഉമ്മി എന്നെ കണ്ടപ്പോൾ എന്തോ ഈ വീട്ടിലേക്ക് വേറെ ഏതോ ആൾ വന്ന പോലെ എണീറ്റ് തട്ടമൊക്കെ നേരെയാക്കി താഴെ നോക്കി കിച്ചണിലേക്ക് പോയി. എനിക്കെന്തോ സങ്കടമായി. ഉമ്മി ഇതുവരെ എന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല. ഞാൻ മെല്ലെ കട്ടിലിരുന്നു. നിൻസിയുടെ തല തലോടി കൊടുത്തു. പെട്ടെന്ന് അവൾ കണ്ണു തുറന്ന് എന്നെ നോക്കി മെല്ലെ ചിരിച്ചു. ഞാൻ ചോദിച്ചു, എന്തു പറ്റി എൻ്റെ വായാടിക്ക്? എൻ്റെ ചുന്ദരി എന്ന് എന്നോട് തല്ല് പിടിക്കാതെ ഇക്കാക്ക് എന്തോ ആകുന്നു.
എനിക്ക് വയ്യക്ക, തലവേദന എടുത്തിട്ട് വയ്യ. കിടന്നോട്ടാ. റമി എന്തേക്ക? അവനും നേരത്തെ ഉറങ്ങി. എൻ്റെ ചക്കര ഉറങ്ങിക്കോ. ഞാൻ അവളുടെ നെറ്റിയിൽ ഒരു മുത്തം നൽകി മെല്ലെ അവിടുന്ന് ഉമ്മയുടെ അടുത്തേക്ക് പോയി. കിച്ചണിൽ ചെന്ന് ഞാൻ നോക്കുമ്പോൾ ഉമ്മി അടുക്കള വാതിൽ തുറന്ന് എന്തോ ആലോചിച്ചിരിക്കുവാണ്. ഉമ്മി ഇരിക്കുന്ന വാതിൽപ്പടിയിൽ ഞാൻ മെല്ലെ പോയിരുന്നു. ഉമ്മിയുടെ ഷോൾഡറിൽ തലവെച്ച് മെല്ലെ കിടന്നു. കുറച്ചു നേരത്തേക്ക് ഞങ്ങൾ രണ്ടാളും ഒന്നും മിണ്ടിയില്ല. കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം ഉമ്മി പറഞ്ഞു, എൻ്റെ മോനൊരൊത്ത പുരുഷനായല്ലേ. എന്താ ഉമ്മി എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കുട്ടൻ ഉമ്മിയോടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഉമ്മിക്ക് മോനോട് പഴയ പോലെ പെരുമാറാൻ പറ്റുന്നില്ല. ഉമ്മിയുടെ വാക്ക് കേട്ട് ഞാൻ ഒന്നും മിണ്ടാതെ മെല്ലെ ഇരുന്നു. ഇനിയും ഞാൻ ഇതുപോലെ നിന്നോട് പെരുമാറിയ എന്നിൽ നിന്നും കൈവിട്ടു പോകും. അതുകൊണ്ട് വേണ്ട. ഞാനൊന്നും മിണ്ടിയില്ല. എന്ന് മൂളുക മാത്രമാണ് ചെയ്തത്. നിന്റെ വാപ്പി എന്നെ ചതിച്ചു. പക്ഷെ പടച്ചോൻ അതിന് പകരം എനിക്കൊരു മകനെ തന്നു. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിൻ്റെ ഈ നിഷ്കളങ്കമായ സ്നേഹം മാത്രം മതി ഈ കിളവിക്ക്. അല്ലാതെ എൻ്റെ മോൻ്റെ യൗവനം ഈ കിളവിക്ക് തരേണ്ട. അത് വേണ്ട. ഞാൻ സമ്മതിക്കില്ല നശിപ്പിക്കാൻ. ഉമ്മി അത് പറഞ്ഞ് തേങ്ങിക്കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എനിക്കെല്ലാം മനസ്സിലാകും ഉമ്മി. എനിക്കേതായാലും ഈ കിളവയെ മതിയെങ്കിലോ? അത് ശരിയാകൂല മോനൂസേ. ഇനി ഉമ്മി എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ ഞാൻ ഒരിക്കലും മിണ്ടത്തില്ല. എന്തിനാ മോനെ നീ ഉമ്മയോട് ഇങ്ങനെ പറയുന്നേ? എനിക്ക് ഉമ്മയെ വേണം. ഐ ലവ് യു. ഉമ്മയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലേ കുഴപ്പമില്ല. എൻ്റെ മുഖം മാറി. അത് കേട്ട് ഉമ്മി പറഞ്ഞു, എനിക്കും വേണം എൻ്റെ മുത്തിനെ. ലവ് യു ടു. ഇത് കേട്ടപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഉമ്മയെ കെട്ടിപ്പിടിച്ച് കവിളിലൊരു ഉമ്മ കൊടുത്തു. ഉമ്മി പറഞ്ഞു, സന്തോഷിക്കാൻ വരട്ടെ, ഒരു കണ്ടീഷനുണ്ട്. ഇനി എന്താ? നിൻസിയുടെയും റംസിയുടെയും കല്യാണത്തിന് ശേഷം മാത്രമേ നീ എന്നെ തൊടാവൂ. അത് പറ്റുന്നുണ്ടെങ്കിൽ എനിക്ക് സമ്മതം. ഇതെന്ത് പറച്ചില്ല ഉമ്മി? ഉമ്മയെ തൊടാൻ പോലും പറ്റാതെ എങ്ങനെയാ? എൻ്റെ മുഖം മാറി ഞാൻ അടിയിൽ തലകുമ്പിട്ടിരുന്നു. അച്ചോടാ, ഉമ്മിയുടെ പൊന്നിൻ്റെ മുഖം മാറിയാ? അങ്ങനെ അല്ലടാ പോട്ടപ്പാ ഞാൻ പറഞ്ഞേ. പിന്നെങ്ങനെ? നിൻ്റെ കൂടെ ഇപ്പോൾ ബന്ധപ്പെടാൻ എനിക്ക് പറ്റില്ല എന്ന്. അത്രയേ ഉള്ളോ? സമാധാനമായി. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ സമ്മതിക്കൂലേ? നോക്കട്ടെ, ആലോചിക്കാം. പരിഗണിക്കോ തള്ളേ നിങ്ങൾ എൻ്റെ കാര്യം? എൻ്റെ ചക്കരയ്ക്ക് ഇപ്പോൾ തന്നെ കിടന്നു തരാൻ ഉമ്മിക്ക് സമ്മതമേ ഉള്ളൂ. എന്നാലും നിൻ്റെ വാപ്പീനെ ആലോചിക്കുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ. ഒന്നില്ലേലും ഇത്രയും കാലം എൻ്റെ മനസ്സിൽ കൊണ്ട് നടന്നതല്ലേ. അതാ ഉമ്മിക്ക് ആലോചിക്കാൻ ഇത്തിരി സമയം വേണമെന്ന് പറഞ്ഞേ. ഉമ്മി സമയമെടുത്തോ? പോരെ? വാ പോകാം, ഫുഡ് കഴിക്കാം. നിക്ക് പോകല്ലേ, ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇനി എന്താ ചെക്ക? ആള് പഴയ പോലെ ആയല്ലോ. പിന്നെ ഉമ്മി റമിക്ക് ഉമ്മിയുടെ ഇത് കൊടുത്തോ? ഞാൻ ഉമ്മിയുടെ നെഞ്ചു ചൂണ്ടി പറഞ്ഞു. കൊടുക്കാറുണ്ടല്ലോ അവന്. ഉമ്മി അതൊരു കൂസലില്ലാതെ പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ പോലെയായി. ഉമ്മി ചോദിച്ചു, അയ്യേ നീ എന്താ ഇങ്ങനെ നിച്ചു? അവൻ പാടില്ലാത്ത കുട്ടിയല്ലേടാ. അവൻ വാശി പിടിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? അവന് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ എന്ന് മൂളുക മാത്രം ചെയ്തുള്ളൂ. ഉമ്മി പറഞ്ഞു, ഇനി ഇതിന് മൂഡ് ഔട്ട് ആവണ്ട. നിനക്കിഷ്ടമില്ലേ? നിനക്ക് ഞാൻ കൊടുക്കുന്നില്ല, പോരെ? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. എന്തോ ഉമ്മിയുടെ അങ്ങനെയൊക്കെ ചെയ്തു എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ. സാരമില്ല, അവന് കൊടുത്തോ. ഈ കണക്കിന് നിൻ്റെ വാപ്പ വന്ന് എന്നെ റൂമിൽ കയറ്റി ചെയ്താൽ നീ അങ്ങേരെ കൊല്ലൂല്ലോ. ഏയ് അങ്ങനെ ഒന്നുമില്ല. പക്ഷെ ഇനി വാപ്പിക്ക് കൊടുക്കണ്ട. ഇതുപോലൊരു ചരക്ക് ഭാര്യ ഉണ്ടായിട്ട് അയാൾ വേറെ പെണ്ണിൻ്റെ അടുത്ത് പോയിട്ടല്ലേ? ഉമ്മിയുടെ മുഖം ആകെ ചുമന്നു ഞാൻ ചരക്കെന്ന് പറഞ്ഞപ്പോൾ. പെട്ടെന്ന് എനിക്ക് അക്കിടി പറ്റിയ പോലായി. എന്താടാ നീ പറഞ്ഞേ? സോറി ഉമ്മി, അറിയാതെ വായിൽ നിന്ന് വീണതാ. ഇനി പറയൂല. ഉമ്മി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഞാൻ അത്രയ്ക്ക് ചരക്കാണോടാ? ഞാൻ പറഞ്ഞില്ലേ. സോറി ഉമ്മി, പ്ലീസ്. കുഴപ്പമില്ല, ഞാൻ കാര്യമായി ചോദിച്ചതാ. ഒന്ന് പറ, നിൻ്റെ വായിന്ന് കേൾക്കാനാ.
ഞാൻ നോക്കുമ്പോൾ ഉമ്മിയുടെ മുഖം ആകെ ചുമന്ന് തുടുത്ത് കണ്ണിലൊക്കെ വേറെന്തോ ഭാവങ്ങൾ മിന്നിമറയുന്നുണ്ട്. നല്ല അസൽ ചരക്കാണ്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ചരക്ക്. ഉമ്മി പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്ന് ഉമ്മിയുടെ ചുണ്ട് കടിച്ചു. അടുക്കളയിൽ നിന്ന് എണീറ്റ് പോയി. ഷോ, ഈ പെണ്ണുമ്പിള്ള പിന്നെയും മനുഷ്യനെ മൂടാക്കണമല്ലോ. ഞാൻ മെല്ലെ അവിടെ നിന്ന് എണീറ്റ് ഹാളിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ ഇരുന്ന് TV കാണുകയാണ്. കുഞ്ഞ എന്നെ കണ്ടപ്പോൾ കുഞ്ഞ പറഞ്ഞു, വാ ഫുഡ് കഴിക്കാം. ഞങ്ങൾ അവിടെ ഇരുന്ന് ചപ്പാത്തിയും ചില്ലി ചിക്കനും തട്ടി. കുഞ്ഞ പറഞ്ഞു, ഇന്ന് നിൻസിയുടെ ഒപ്പം കിടന്നോ, അവൾക്ക് പാടില്ലാത്തതല്ലേ. അത് പറഞ്ഞപ്പോൾ എൻ്റെ മുഖം മാറി. ഉമ്മയുടെ ഒപ്പം കിടക്കാമെന്ന് വിചാരിച്ചതാണ്. ഉമ്മി അപ്പം എന്നെ നോക്കി ചിരിച്ചു. ഞാൻ നേരെ മുകളിലേക്ക് പോകാനായപ്പോൾ കുഞ്ഞ് ചോദിച്ചു, അല്ല സാറെവിടെ പോണ്? മുകളിൽ കിടന്നോളാം കുഞ്ഞ. എന്തിന്? ഒറ്റയ്ക്ക് അവിടെ കിടക്കണ്ട. അപ്പോൾ റംസി പറഞ്ഞു, എന്നാൽ ഞാൻ ഇക്കാക്കാടെ കൂടെ കിടന്നോളാം ഉമ്മി. അയ്യോ എന്തൊരു സ്നേഹം. കുഞ്ഞ പറഞ്ഞു, കിടന്നോ, മുകളിലല്ല എൻ്റെ റൂമിൽ കിടന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, അവിടെ എങ്ങനെ കിടക്കാനാ കുഞ്ഞ, 4 പേരില്ലേ? അതിന് നിങ്ങൾ 2 അടിയിൽ ബെഡിട്ട് കിടന്നാൽ മതി. ഉമ്മി പെട്ടെന്ന് എന്തോ ഓർത്തിട്ട് പറഞ്ഞു, അത് ശരിയാ നിച്ചു, കുഞ്ഞാക്കും പാടില്ലാത്തതല്ലേ, മോൻ ഇന്ന് അവിടെ കിടന്നു. ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിലും സങ്കടം പോലെ അഭിനയിച്ച് ഞാനവിടെ ഇരുന്നു. സന്തോഷം എന്തിനാണല്ലേ നിങ്ങൾ ആലോചിക്കുന്നേ? വേറൊന്നുമല്ല, റംസി എൻ്റെ അടുത്തല്ലേ കിടക്കുന്നേ, പറ്റാണേ ഒന്ന് ശരിക്കും തപ്പി വിടാമല്ലോ. പെണ്ണിനിപ്പോൾ തന്നെ മൂത്ത് കിടക്കുകയാണ്. ഞാൻ വെറുതെ റംസിയെ നോക്കിയപ്പോൾ അവൾ അടിയിൽ നോക്കി ചിരിക്കുന്നു. കുഞ്ഞ നേരെ റൂമിലേക്ക് പോയി. പുറകെ എന്നെ നോക്കി റംസിയും പോയി. ഞാൻ സോഫയിലിരുന്നു. കുറച്ച് കഴിഞ്ഞ് പോകാമല്ലോ. ഞാൻ മുകളിൽ കയറി ബോക്സർ മാറ്റി ഒരു ലുങ്കി എടുത്തു. ബാത്റൂമിൽ പോയി അടിയിലേക്ക് വരുമ്പോൾ ഉമ്മയുടെ റൂമിലേക്ക് കയറാൻ നിൽക്കുന്നു. ഉമ്മി എന്തേ എന്ന് ചോദിച്ച് എൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞു. നോക്കിയത് ഉമ്മയുടെ അവിടേക്കാണ്. ഉമ്മി ആക്കി ഒരു ചിരിച്ചിരിച്ചിട്ട് എന്നെ വിളിച്ചു. ഞാൻ ഉമ്മയുടെ അടുത്തേക്ക് ചെന്ന് കൊഞ്ചി. ഉമ്മി ചോദിച്ചു, എന്താണ്, ഒരു കള്ളത്തരം ഉണ്ടല്ലോ നിൻ്റെ മുഖത്ത്? ഉമ്മിക്ക് തോന്നിയതാ. എന്താണ്? നോട്ടമൊക്കെ ആവശ്യമില്ലാത്ത സ്ഥലത്തേക്കാണല്ലോ. ഇപ്പോൾ അതെനിക്ക് ആവശ്യമുള്ള സ്ഥലമാ എന്നും പറഞ്ഞ് ഞാൻ ചിരിച്ചു. ഉമ്മി പറഞ്ഞു, ചെല്ല്, പോയി കിടന്നുറങ്ങാൻ നോക്ക്, നാളെ അങ്ങോട്ട് പോകേണ്ടതല്ലേ. എന്തായാലും ഞാൻ നാളെ പോകും. പിന്നെ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റൂല. അതിനൊന്നുമില്ല. ഉമ്മി റമിക്ക് കൊടുത്തില്ലേ, അതെനിക്കെന്താ പ്ലീസ്. ദേ ചെക്ക, കിടന്ന് മയങ്ങാണ്ട് പോയേ നീ. എല്ലാം പറച്ചിൽ മാത്രമേ ഉള്ളൂ. എന്നേലും ഇഷ്ടം അവനോടാണ് ഉമ്മയ്ക്ക്. ഞാൻ പൊക്കോളാം. ഷോ, എന്താ നീ ചൂസ് ചെയ്ത്? ഉമ്മിനെ വെറുതെ വിഷമിപ്പിക്കുന്ന എന്തിനാ? നീ അകത്തേക്ക് വാ, നിനക്ക് തന്നാ പോരെ. ലോട്ടറി അടിച്ച ഫീലായിരുന്നു എനിക്കപ്പോൾ. സത്യമായിട്ടും കിടന്ന് തൊള്ള തുറക്കാണ്ട് വേണമെങ്കിൽ വാ. ഞാൻ വേഗം വാതിൽ തുറന്ന് അകത്ത് കയറി. നിൻസി നല്ല ഉറക്കമായി. പാവം, നല്ല തലവേദന ഉണ്ടാകും. ഞാൻ നോക്കുമ്പോൾ ഉമ്മി ഷെൽഫിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്നു. ഉമ്മി എന്ത് ചെയ്യാണ്? ഒന്ന് അടങ്ങി നിൽക്ക് നിച്ചു, ആകെ വീർത്തിരിക്കുകയാണ്. എനിക്കൊന്ന് മേല് കഴുകണം, എന്നിട്ട് തരാം. എന്തിന്? എനിക്കിങ്ങനെ മതി. അയ്യേ, എന്ത് വൃത്തികേടാ ചെക്കാ നീ പറയുന്നേ. മാറ്, ഞാൻ ബാത്റൂമിൽ പോട്ടെ. പ്ലീസ് മമ്മി, ഇങ്ങനെ മതി. ഓ വാ ഇരിക്ക്. ഉമ്മി കട്ടിലിന് മൂലയ്ക്കിരുന്ന് നിൻസിയുടെ കാൽഭാഗത്തായി. നിൻസി അറ്റത്തെ മൂലയിലാണ് കിടക്കുന്നത്. ഞാൻ നേരെ ഉമ്മിയുടെ മടിയിൽ കിടന്നു. ഉമ്മി പിങ്ക് നൈറ്റിയുടെ 2 ഹുക്കെടുത്ത് കൈ പുറകിലേക്ക് കൊണ്ടുപോയി. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കൺട്രോള് അപ്പം തന്നെ പോയി. നൈറ്റിക്കിടയിലൂടെ ഉമ്മിയുടെ മഹർമാല കാണുമ്പോൾ ഒരു പ്രത്യേക ഫീൽ. ഉമ്മി നൈറ്റിയുടെ ഹുക്കെടുത്തു. ഞാൻ ആ നൈറ്റി വലിച്ച് താഴ്ത്തി. എൻ്റെ പൊന്നെ, എന്തായി കാണുന്നേ? ഞാൻ ആഗ്രഹിച്ച പോലെ ഉമ്മി നിൽക്കുന്നു. അങ്ങനെ ഉമ്മി എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു തുടങ്ങി. ഞാനങ്ങ് സന്തോഷത്തിൻ്റെ കൊടുമ്പിരി കൊണ്ട് ഉത്സാഹത്തിമിർപ്പിൽ എല്ലാം ആസ്വദിക്കുകയായിരുന്നു. അപ്പോഴേക്കും വാതിലിൽ മുട്ടുകേട്ട് ഉമ്മി ഞെട്ടിച്ചാടി എണീറ്റ് എന്നെ തള്ളി മറിച്ചിട്ട് ബാത്റൂമിലേക്ക് മാറിയിടാനുള്ള ഡ്രസ്സുമായി പോയി. എനിക്ക് നല്ല ദേഷ്യം തോന്നിയെങ്കിലും ഞാൻ എണീറ്റ് മുണ്ട് നേരെയാക്കിപ്പോയി വാതിൽ തുറന്നു. ഉറക്കം അഭിനയിച്ചാണ് പോയി തുറന്നത്. കുഞ്ഞാണ് വന്നത്. ആ, നീ ഇവിടെ ഉണ്ടായ?
ഞാൻ മോളിൽ നോക്കി നിന്നെ കാണാതിരുന്നു കൊണ്ടാ വന്നേ. ഞാൻ ഉറങ്ങിയിരുന്നു കുഞ്ഞാ. നീ കിടക്കാൻ വരുന്നുണ്ടോ എന്നറിയാൻ വന്നതാ. കുഞ്ഞ അങ്ങനെ പറഞ്ഞുവെങ്കിലും കുഞ്ഞാടെ കണ്ണു പോയത് എൻ്റെ കൂടാരമണിഞ്ഞ മുണ്ടിലേക്കാണ്. ഞാൻ ആകെ ചമ്മി നാറിയൊരു ചിരി ചിരിച്ചു. ഇല്ല കുഞ്ഞ, ഞാൻ ഇവിടെ കിടന്നോളാം. കുഞ്ഞ പോകാൻ തുടങ്ങിയപ്പോൾ ബാത്റൂമിൽ നിന്നും ഉമ്മി വിളിച്ച് പറഞ്ഞു, ഐഷ അവനെ കൊണ്ടുക്കോ. ഞാൻ വേറെ വഴിയില്ലാതെ കുഞ്ഞാടെ പിറകെ പോയി. പോകുമ്പോൾ എൻ്റെ നോട്ടം ചെന്നത് ബ്ലാക്ക് നൈറ്റിയിട്ട കുഞ്ഞയുടെ ഇളകിയാടുന്ന ദിതമ്പത്തിലേക്കാണ്. പെട്ടെന്ന് എന്നെ കുഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ട കാഴ്ച ഞാൻ കുഞ്ഞാടെ പിന്നഴക് നോക്കി ആസ്വദിക്കുന്നതാണ്. കുഞ്ഞ് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പുരികം ചുളിച്ച് ഒരു ചിരി ചിരിച്ചു. ഞാൻ വീണ്ടും ചമ്മി. കുഞ്ഞ് ചോദിച്ചു, ഇത്ത നിൻ്റെ മുമ്പിൽ ഡ്രസ്സില്ലാതെയാണോ കുളിക്കാൻ കയറുന്നേ? ഞാൻ പെട്ടെന്ന് ഞെട്ടി. എങ്കിലും കുഞ്ഞാനോട് പറഞ്ഞു, ഇല്ല കുഞ്ഞ, ഞാനിപ്പോൾ വന്നുള്ളൂ. എന്തേ ചോദിക്കാൻ കാരണം? ഒന്നുമില്ല, കിടന്നോ. അതിലെന്തോ ഒരു വശപ്പിശകില്ലേ? കുഞ്ഞയും റമ്മിയും മുകളിൽ കിടന്നു. റംസി അടിയിൽ വെട്ടിവിരിച്ച് കിടപ്പുണ്ട്. പിശാശ്, ആകെയുള്ള പുതപ്പ് അവൾ മൂടിപ്പൊതച്ച് കിടക്കുകയാണ്. ഇവൾ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയാ? ഞാൻ അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. 10 മിനിറ്റ് കഴിഞ്ഞ് കുഞ്ഞ് ലൈറ്റ് ഓഫാക്കി. എൻ്റെ നെഞ്ചിൽ പെരുമ്പറ മുഴങ്ങി. റൂമിലാണെങ്കിൽ ഇപ്പോൾ മൊത്തം ഇരുട്ട്. ഞാൻ മെല്ലെ അവളുടെ പുതപ്പ് പൊക്കി അവളുടെയും തലവഴിയിട്ട് പുതച്ചു. അവൾ അങ്ങോട്ട് തിരിഞ്ഞാണ് കിടക്കുന്നത്. ഞാൻ അവളുടെ പിന്നിലൂടെ അവളെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ അവൾ സുഖം കൊണ്ട് കുറുകാൻ തുടങ്ങി. അവൾ കനം കുറഞ്ഞ ഗൗണാണ് ഇട്ടേക്കുന്നത്. ഞാൻ അവളെ മലർത്തി കിടത്തി അവളുടെ ഗൗണിൻ്റെ ഹുക്ക് ഊരി. അവളുടെ ആലില വയർ മെല്ലെ കൈകൊണ്ട് തലോടിക്കൊണ്ടിരുന്നു. എൻ്റെ കൈക്രിയ തുടർന്നു. അവൾ സുഖം കൊണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചു. എൻ്റെ ചുണ്ടുകൾ അവളുടെ സ്വന്തമാക്കി. പിന്നീട് അങ്ങോട്ട് ഒരു പൊരിഞ്ഞ യുദ്ധം അവിടെ നടന്നു. പുതപ്പിനിടയിൽ ഞങ്ങൾ ശരിക്കും കാമുകന്മാരെ പോലെ സ്വർഗത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ഏറെ നേരത്തെ പൊരിഞ്ഞ യുദ്ധത്തിന് ശേഷം ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. പിന്നെപ്പോഴോ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് എപ്പോഴോ ഞെട്ടി എണീക്കുന്നത് ഒരു കരച്ചിൽ കേട്ടാണ്. കുഞ്ഞ ബെഡിൽ കിടന്ന് കരയുവാണ്. ഞാൻ എണീറ്റ് ലൈറ്റിട്ട് കുഞ്ഞാടത്ത് പോയി. നോക്കുമ്പോൾ കുഞ്ഞയുടെ നൈറ്റിയുടെ ഹുക്ക് തുറന്നു കിടപ്പുണ്ട്. അതിലൂടെ കാണേണ്ടതെല്ലാം കാണാം. കുഞ്ഞാടെ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് എന്തോ പോലെയായി. എന്തു പറ്റി കുഞ്ഞാ? അറിയില്ല നിച്ചു, കുഞ്ഞാക്ക് വേദന വരുന്നു ഇവിടെ. കുഞ്ഞക്ക് നെഞ്ചുവേദന വരുമ്പോഴാണല്ലോ ഡോക്ടറെ കാണാൻ പോകുന്നേ. അത് മാറാൻ റമിക്ക് പാപ്പം കൊടുക്കേണ്ടി വരും. കുഞ്ഞാനോട് ഞാൻ പറഞ്ഞല്ലേ മരുന്ന് കഴിക്കാൻ. കുഞ്ഞ് കഴിക്കാത്തോണ്ടല്ലേ? അതുകൊണ്ടൊന്നും അല്ല കുട്ടാ. ഞാൻ റമിക്ക് പാപ്പം കൊടുത്തിരുന്നു. പക്ഷെ അവൻ കുടിക്കാൻ കൂട്ടാക്കുന്നില്ല. അതാ മാറാത്തെ. ഞാൻ ചെയ്തു തരണോ കുഞ്ഞാ? അത് വേണ്ട മോനെ, പിന്നെ അതൊരു ബുദ്ധിമുട്ടാകും നിനക്ക്. എന്ത് ബുദ്ധിമുട്ട്? എനിക്ക് കുഞ്ഞയും എൻ്റെ ഉമ്മി തന്നെയാ. അത് പറഞ്ഞപ്പോൾ കുഞ്ഞാടെ കണ്ണിൽ നിന്നും ഒരു തുള്ളി വെള്ളം വീണു. ഞാൻ പോയി കുഞ്ഞാടെ കണ്ണു തുടച്ചു. കുഞ്ഞ് എൻ്റെ നെറുകയിൽ ഒരു ചുംബനം തന്നു. എനിക്ക് കുളിര് കോരിപ്പോയി. ചെയ്യട്ടെ കുഞ്ഞാ? കുഞ്ഞ് എൻ്റെ തല തലോടിയിട്ട് പറഞ്ഞു. കുഞ്ഞയല്ല, ഉമ്മി, അങ്ങനെ വിളിക്കടാ. ഞാൻ ഒന്ന് കേൾക്കട്ടെ. ഉമ്മി. ഉമ്മിയുടെ വാവ നോക്കി നിൽക്കാണ്ട് ഉമ്മിയുടെ പാപ്പം കുടിക്കടാ. ഞാൻ എണീറ്റ് കുഞ്ഞാടെ മടിയിൽ കിടന്നു. എന്നിട്ട് വേണ്ടത് ചെയ്തു കൊടുക്കാൻ തുടങ്ങി. കുഞ്ഞാക്ക് വേദനയൊക്കെ കുറഞ്ഞു തുടങ്ങി. വേദന പോയി സീൽക്കാരമെടുക്കാൻ തുടങ്ങി. മുറിയിലാകെ കുഞ്ഞാടെ സീൽക്കാര ശബ്ദം മുഴങ്ങി തുടങ്ങി. കുഞ്ഞാടെ കയ്യിൽ നിന്നും പിടിവിട്ടു പോയി തുടങ്ങി. ഞാൻ കുഞ്ഞായുടെ മടിയിൽ നിന്നും എണീറ്റു. നോക്കുമ്പോൾ കുഞ്ഞ എന്നെ വല്ലാത്തൊരു കാമനോട്ടം നോക്കുന്നു. ഞാൻ ഇത്തിരി ജാടയിട്ട് കട്ടിലിൽ നിന്നും എണീറ്റ് പോകാൻ പോയപ്പോൾ കുഞ്ഞ എൻ്റെ കയ്യിൽ കയറി പിടിച്ചു. ഞാൻ കുഞ്ഞാടെ മുഖത്ത് നോക്കി പറഞ്ഞു, വേണ്ട കുഞ്ഞ, കുഞ്ഞെനിക്ക് ഉമ്മിയെപ്പോലെയാ. വേറെ രീതിയിൽ കാണാൻ പറ്റൂല. ഓ, നിനക്ക് നിൻ്റെ തള്ളയെ മാത്രമല്ലേ ചെയ്യാൻ പറ്റൂ അല്ലേ? കുഞ്ഞാ, നീ കിടന്നലറണ്ട. നീയും നിൻ്റെ ഉമ്മയും കാട്ടിക്കൂട്ടിയതൊക്കെ ഞാൻ കണ്ടിരുന്നു. അത് പറഞ്ഞപ്പോൾ ശരിക്കും ഷോക്കേറ്റതുപോലെയായി ഞാൻ തല താഴ്ത്തി നിന്നു. കുഞ്ഞ് എൻ്റെ മുഖം പൊക്കി. അയ്യേ, എന്തിനാ എങ്ങനെ ഡെസ്പാവുന്നേ? ഇത്താക്ക് നീ മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ തുടർന്നോ, ഞാനുണ്ടാകും എന്തിനും കൂടെ. കുഞ്ഞ് അത് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ കുഞ്ഞെ കെട്ടിപ്പിടിച്ചു. ഹലോ, നിക്ക്,
നിങ്ങൾ മാത്രം സന്തോഷാ മതിയാ, എനിക്കും ഇല്ലേടെ ആഗ്രഹങ്ങൾ. കുഞ്ഞ് അത് പറഞ്ഞ് എൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ കുഞ്ഞയെ വീണ്ടും കെട്ടിപ്പിടിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് നിങ്ങൾ ഉമ്മയാണെന്ന്. എൻ്റെ ഉമ്മ ഇപ്പോൾ എനിക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കുഞ്ഞ് എനിക്ക്. ഞാനും കുഞ്ഞയും കെട്ടിപ്പിടിച്ച് ബെഡിലേക്ക് വീണു. കുഞ്ഞാ, എനിക്ക് കുഞ്ഞാനെ ചെയ്യണം, എനിക്കും വേണം കുട്ടാ നിന്നെ. കുഞ്ഞാ, നമുക്കിവിടുന്ന് മാറി അടുത്ത മുറിയിൽ പോകാം. ഇവിടെ റംസി എണീറ്റാൽ പ്രശ്നമാണ്. എന്നാൽ നമുക്ക് റംസിയുടെ മുറിയിൽ പോവാം. ഞാനും കുഞ്ഞയും നേരെ റംസിയുടെ റൂമിലേക്ക് പോയി വാതിൽ ലോക്ക് ചെയ്തു. കുഞ്ഞ കട്ടിലിരുന്ന് എന്നെ കൈകാട്ടി വിളിച്ചു. കുഞ്ഞാടെ രൂപം കണ്ട് ഞാൻ നോക്കി നിന്ന് പോയി. ഒരു മാദക തിടമ്പാണ് കുഞ്ഞ. നല്ല ഷേപ്പുള്ള അരക്കെട്ടും വെളുവെളുത്ത കണങ്കാലും അതിന് ഭംഗിയേകാൻ സ്വർണ്ണ കുലുസും. ഒരു രക്ഷയില്ല, അടാറ് ചരക്ക്. നീ എന്ത് സ്വപ്നം കണ്ടിരിക്കുകയാണ്? വാ, ഒന്നും മനുഷ്യന് മൂടായിട്ട് വയ്യ. ഇപ്പൊ തീർത്തു തരാടി കഴപ്പത്തി നിന്റെ സൂക്കേട്. എന്താടാ നീ പറഞ്ഞേ? അയ്യോ സോറി കുഞ്ഞ, അറിയാതെ പറഞ്ഞതാ. കുഞ്ഞ് ചിരിച്ചിട്ട് പറഞ്ഞു, നീ എന്തു വേണമെങ്കിലും വിളിച്ചോടാ കള്ളത്തെമ്മാടി. ഞാൻ ചെന്ന് കുഞ്ഞാടെ മേത്തേക്ക് കിടന്നു. കുഞ്ഞയുടെ മോൾ റംസിയുമായി ഞാൻ നേരത്തെ നിർത്തിയെടുത്ത് നിന്ന് തുടങ്ങി. സെക്കൻഡ് റൗണ്ട് മകൾക്ക് പകരം കിട്ടിയത് ഉമ്മയെയാണ്. അപൂർവ ഭാഗ്യം തന്നെ. ഞാനും കുഞ്ഞായും കൂടെ പൂണ്ട് വിളയാടി. കുഞ്ഞാടെ എല്ലാ ഏനക്കേടും ഞാൻ തീർത്തു കൊടുത്തു. എല്ലാം കഴിഞ്ഞ് ഞാൻ കുഞ്ഞാടെ അടുത്ത് പോയി കിടന്നു. കിതപ്പ് മാറ്റി കുഞ്ഞ എന്നെ കെട്ടിപ്പിടിച്ചു. കുഞ്ഞാനോട് വെറുപ്പാണോ മോനു? എന്തിന്? ഇങ്ങനെ ചെയ്യിപ്പിച്ചില്ലേ ഞാൻ? അയ്യേ കുഞ്ഞ വിഷമിക്കണ്ട, എനിക്കിനിയും വേണം കുഞ്ഞാടെ എല്ലാം. ഞങ്ങൾ വീണ്ടും സ്വർഗരാജ്യത്തേക്ക് സഞ്ചരിച്ചു തുടങ്ങി. എല്ലാം കഴിഞ്ഞ് കുഞ്ഞയും ഞാനും അവിടെ കെട്ടിപ്പിടിച്ച് കിടന്നു. കുട്ടാ മതിയായില്ലേ? വാ റൂമിലേക്ക് പോവാം. അങ്ങനെ മതിയാകുന്ന ചരക്കാണാ കുഞ്ഞാ നിങ്ങൾ? കുഞ്ഞ് ചിരിച്ചിട്ട് ഡാഡാ എന്ന് പറഞ്ഞ് കൈ ഓങ്ങി. എന്തൊരു പ്രകടനമാണ് കുഞ്ഞാ, ഞാൻ സ്വർഗം കണ്ടുപോയി. അത് പിന്നെ നീ അമ്മാതിരി പണിയൊക്കെ അല്ലേ ചെയ്തു വെച്ചേ? കുഞ്ഞാ ഒരു വഷളം ചിരിച്ചിരിച്ചു. കുഞ്ഞാ ഒന്നുകൂടി ആയാലോ? നിച്ചു, അധികമായാൽ അമൃതും വിഷമാകും. അതുകൊണ്ട് എൻ്റെ മോൻ പോയി കിടന്നുറങ്ങിയേ. ശരി. ഞാൻ പോയി റംസിയുടെ അടുത്ത് കിടന്നു. അവൾ ഇപ്പോഴും നേരത്തെയുള്ള ക്ഷീണം കാരണം നല്ല ഉറക്കമാണ്. പാവം, ശല്യം ചെയ്യേണ്ട, ഉറങ്ങിക്കോട്ടെ. ഞാൻ അവളെയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. കുഞ്ഞ് വന്ന് റമിയുടെ അടുത്ത് കിടന്നു. നാളെ അങ്ങോട്ട് പോകണമല്ലോ എന്നൊക്കെ ആലോചിച്ച് എപ്പോഴോ കിടന്നുറങ്ങി. രാവിലെ എണീക്കുമ്പോൾ ഞാൻ മാത്രമുണ്ട് റൂമിൽ. പുതപ്പ് മാറ്റിയപ്പോൾ എൻ്റെ മേത്ത് ലുങ്കിയുണ്ട്. ഞാൻ പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഹാളിൽ നോക്കുമ്പോൾ നിൻസി, റംസി, റമി 3 പേരും ഉണ്ട്. നിൻസി ചോദിച്ചു, ഓ എണീച്ചോ കുംഭകർണൻ? പോടി പുല്ലേ, നിങ്ങൾക്ക് ടി വി കാണലല്ലാണ്ട് വേറെ പണിയൊന്നുമില്ലേ? ഓ സാറിന് ഉറക്കം മാത്രമല്ലേ ഉള്ളൂ. എന്തേ? ഓ നല്ല ചിരി. എന്ത് കളറാണിക്കാ നിങ്ങളുടെ പല്ല്? മഞ്ഞ ചിരിക്കണം. പല്ല് തേപ്പൊന്നും ഇല്ലല്ലേ? നിനക്ക് കാലത്ത് തന്നെ എൻ്റെ നിന്ന് കിട്ടിയില്ലേ സമാധാനം ആകൂല്ലേ? ഇല്ല. ഓ ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ കണ്ടിട്ട് വരട്ടെ. ആ വേഗം ചെല്ല്, ഉമ്മി കാത്തിരിക്കുകയാണ് ഇക്കാനെ. ഇപ്പോൾ കിട്ടും. അതിന് ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. അല്ല, ഇന്നലെ കുഞ്ഞാനേറ്റ് കെട്ടിമറിഞ്ഞത് പണിയായാ? ഉമ്മി കേട്ടോ ആവോ? ഞാൻ ചെല്ലുമ്പോൾ 2 ആളും കിച്ചണിൽ നല്ല പണിയിലാണ്. കുഞ്ഞ് എന്നെ നോക്കി ആക്കി ചിരിച്ചു. ഞാൻ കുഞ്ഞാനോട് എന്താന്ന് കൈകൊണ്ട് കാണിച്ചു. കുഞ്ഞ് ആ എന്ന് പറഞ്ഞ് ചുമലനക്കി. പെട്ടെന്ന് ഉമ്മി എന്നെ കണ്ടു. ആ വന്നു എൻ്റെ പൊന്നാര മോൻ. എന്താണ് ഉമ്മി, കലിപ്പാണല്ലോ? ചപ്പാത്തി പരത്തിയ കോലെടുത്ത് ഒരു കീറ് കൃത്യം നടുമ്പുറത്ത് തന്നെ ഉമ്മി അടിച്ചത്. ആ ഈ തള്ളക്ക് വട്ടായ, വെറുതെ എന്തിനാ എന്നെ തല്ലുന്നേ? കണ്ണീന്ന് പൊന്നീച്ച പാറി. നല്ല സുഖം. നിനക്ക് മനസ്സിലായില്ലല്ലേ? നിനക്ക് എത്ര വയസ്സായടാ? എൻ്റെ കണ്ണീന്ന് വെള്ളം ചാടി. ഞാൻ ഒന്നും മിണ്ടിയില്ല. ഉമ്മി കാര്യം പറ. നീ കിടക്കുമ്പോൾ ജെട്ടി ഇട്ടൂടെ? പ്രായപൂർത്തിയായുള്ള പെണ്ണുങ്ങളുള്ള വീടാണിത്. തുണിയും കോണാനും ഇല്ലാണ്ട് അവൻ്റെ കിടപ്പ്. ഇപ്പോഴാണ് കാലത്ത് മുണ്ടെങ്ങനെ എൻ്റെ മേത്ത് വന്നു എന്ന് മനസ്സിലായേ. അതിന് പറഞ്ഞാൽ പോരെ, വെറുതെ എൻ്റെ നടുവുംപുറം തല്ലി പൊളിക്കണോ? കുഞ്ഞാ പറഞ്ഞു. ഇത്താക്ക് അവനോട് പറഞ്ഞാൽ പോരെ ഇത്ത, എന്തിനാ ഇങ്ങനെ വെറുതെ തല്ലുന്നേ? ഉമ്മി,
ഇപ്പം അവന് കൊണ്ടപ്പോൾ നല്ല ഓർമ്മ വന്നിട്ടുണ്ടാകും. കുഞ്ഞ് പറഞ്ഞു. പാവം, അവൻ്റെ കണ്ണ് നിറഞ്ഞിട്ടാണ് പോയത്. ഐഷ, ഞാൻ ചെന്ന് വിളിച്ചുകൊണ്ട് കുഴപ്പമില്ല. റംസിയോ നിൻസിയോ ആയിരുന്നെങ്കിലോ? മതി മതി, ഫുഡ് റെഡിയാക്ക്, അവരിപ്പോൾ വരും. ഞാൻ നേരെ ഇറയത്ത് പോയിരുന്നു. എൻ്റെ പോക്ക് കണ്ടപ്പോൾ തന്നെ എന്തോ പന്തികേടുണ്ടല്ലോ എന്നും പറഞ്ഞ് നിൻസി അങ്ങോട്ട് വന്നു. എന്താണിക്ക മുഖം വല്ലാണ്ടിരിക്കുന്നേ? ഒന്നുമില്ല, ഒന്ന് പോയേ. പറയിക്ക, ഇനി എനിക്ക് ദേഷ്യം വരൂ കേട്ടോ. എൻ്റെ പൊന്നു നിൻസി, നീ എൻ്റെ അടുത്ത് വരല്ലേ, അല്ലെങ്കിലേ ഇപ്പോൾ ഞാൻ പെണ്ണുപിടിയാനാണെന്നാ ഇവിടെ ചിലർ പറയുന്നേ. നീ ഒന്ന് പോയേ, ഞാനൊന്ന് ഒറ്റയ്ക്കിരുന്നോട്ടെ. അവൾ എന്നെ നോക്കിയിട്ട് നേരെ അടുക്കളയിലേക്ക് വിട്ടു. നിൻസി പറഞ്ഞു. ഉമ്മിക്ക് എന്താണ്? ഉമ്മി എന്തിനാണ് ഇക്കാനെ ചീത്ത പറഞ്ഞത്? ഓ, അപ്പോഴേക്കും വക്കാലത്തെത്തിയാ? കാര്യമുള്ളോണ്ടാ പറഞ്ഞേ, അടിക്കുകയും ചെയ്തു. ഈ കോല് കൊണ്ടാ. എന്താ, നിനക്കും വേണോ? നിൻസി, ഈ തള്ളക്ക് ഭ്രാന്താണ് റംസി, വാ നമുക്ക് പോകാം. ഞാൻ അധികം അകത്തേക്ക് പോയില്ല. അവളുമാർ വന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് എന്തോ പോലെയായി. ഒരു 11 മണിയോടെ നോക്കുമ്പോൾ ഒരു മാരുതി ടിറ്റ്സ് ഗേറ്റ് കിടന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അതിൽ നിന്നും 2 ചരക്കുകൾ എന്നെ നോക്കി ചിരിച്ചിട്ടിറങ്ങി. സോറി, ചരക്കുകളല്ല, അമ്മായി, മൂത്തുമ്മ, പിന്നെ അവരുടെ ഭർത്താക്കന്മാർ. അല്ല, ഇപ്പോൾ ഇവരെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നേ? അമ്മായി പറഞ്ഞു. ഡാ നിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷം? എന്തോരം നാളായി നിന്നെ കണ്ടിട്ട്. അമ്മായിയുടെ നോട്ടം മൊത്തം എൻ്റെ രോമങ്ങളുള്ള നെഞ്ചിലേക്കാണ്. അപ്പം തന്നെ ബാക്കിയെല്ലാം അങ്ങോട്ടേക്ക് വന്നു. മാമ പറഞ്ഞു, നിങ്ങളിരിക്ക്, നമുക്ക് വൈകിട്ട് പോകാം. ഞാനും അളിയനും കൂടി ഒന്ന് എറണാകുളം വരെ പോയിട്ട് വരാം. ഉമ്മി, ഡാ ബഷി, എന്ത് പണിയാ നീ കാണിക്കണേ? ഇനി എപ്പോൾ വരാ ലേ മാമ? വരാ ഷാഹി, അർജൻറ്റ് വർക്കുണ്ട്, അല്ലെങ്കിൽ പോകും. അതുകൊണ്ടാ, വൈകിട്ട് ഞങ്ങൾ എത്തൂല്ലോ, അതുവരെ നിങ്ങൾ കത്തി വെച്ചുകൊണ്ടിരിക്കേ. അമ്മായി, വേഗം വന്നേക്കണം രണ്ടും കൂടി. അവർ പുറത്തേക്കും പോയി. അമ്മായി മൂത്തു അകത്തേക്ക് വന്നു. അമ്മായിയുടെ നോട്ടം മൊത്തം എന്നെയാണ്. അമ്മായി എന്നെ നോക്കണത് ഉമ്മി കണ്ടു. ഡാ, പോയി ടീഷർട്ട് ഇടടാ. ഓ, ഞാൻ ടീഷർട്ട് ഇടാനായി മുകളിലേക്ക് പോയി. അമ്മായി ചോദിച്ചു, എന്തിനായിത്ത അവനോട് ചാടിക്കയറുന്നേ? ഞങ്ങൾ പുറത്തുള്ള അല്ലല്ലോ. അതുകൊണ്ടല്ലടി, ഇപ്പോൾ എണീറ്റുള്ളൂ അവൻ, അതാ ഞാൻ പറഞ്ഞേ. ജാസ്മിൻ, പിന്നെ ഈ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ഇങ്ങനെയാണ്. ഉമ്മി, വാ നിങ്ങൾ അകത്തേക്ക് കയറ്. എന്തായാലും ഇനി അവരിനി വരുമ്പോൾ രാത്രിയാകും, ഡ്രസ്സൊക്കെ മാറ്റിക്കൂടെ? ഞാൻ പോയി ടീഷർട്ട് ഇട്ട് മുണ്ട് മാറ്റി ഷോർട്സ് എടുത്തിട്ട്, അല്ലെങ്കിൽ ഇനി അതിന് ചീത്ത പറയും. മറ്റാരും എന്നെ നോക്കണ ഇഷ്ടമല്ലെന്ന് മനസ്സിലായി. റബ്ബേ, കുഞ്ഞായിട്ടുള്ള റിലേഷൻ അറിഞ്ഞാലോ? അയ്യോ, ആലോചിക്കാൻ കൂടി വയ്യ. അടിയിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും കത്തിവെച്ചിരിക്കുകയാണ്. അമ്മായിയുടെയും മൂത്തുവിൻ്റെയും നടുക്കിരിക്കുകയാണ് റമി. അവരുടെ ഡ്രസ്സ് ഇപ്പോഴാണ് ശ്രദ്ധിച്ചേ. മൂത്തു ഒരു നീല ഡിസൈനുള്ള സാരിയും സെയിം ബ്ലൗസും, പിന്നെ അമ്മായി ഇട്ടേക്കുന്നത് ബ്ലാക്ക് സാരിയിൽ റെഡ് ബ്ലൗസ്. ഓ, ഒരു രക്ഷയില്ല. ഇത്തിരി പൊക്കം കുറവാണ് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച്. നമ്മുടെ പഴയകാല നടി സുചിത്രയെ പോലുണ്ട്. അവൻ്റെ കൈ 2 പേരുടെയും ഇടുപ്പുമേലാണ്. അവർ കുശലം പറഞ്ഞിരിപ്പാണ്. ചോറ് തീറ്റ കഴിഞ്ഞ് ഉച്ചയ്ക്ക് കിടക്കാനായി ഉമ്മിയുടെ റൂമിൽ മൂത്തു കിടന്നു. ഉമ്മിയും അമ്മായിയും സംസാരിച്ചിട്ട് സോഫയിലിരിക്കുന്നുണ്ട്. കുഞ്ഞാനെ കാണുന്നില്ല. അവളുമാർ മുകളിലിരുന്ന് കത്തി വയ്ക്കുന്നുണ്ട്. കുഞ്ഞാടെ റൂമിൽ റമി കിടക്കുന്നു. ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുന്നു. അപ്പോൾ കുഞ്ഞ കുളിക്കുകയാണ്. ഞാൻ സോഫയിൽ ചെന്നിരുന്നു. അപ്പോൾ അമ്മായി പറഞ്ഞു, എന്നാലും ഇവൻ്റെ മാറ്റവേ, ചെക്കൻ 6 പാക്ക് വന്ന് സുന്ദരനായല്ലോ. എൻ്റെ പൊന്നമ്മായി, കണ്ണിട്ട് എന്നെ കൊല്ലല്ലേ. അമ്മായി എന്നോട് സംസാരിക്കുന്നത് ഉമ്മിക്ക് ഇഷ്ടമാകുന്നില്ല. ഉമ്മി എന്നെ തുറച്ചു നോക്കിയിട്ട് ഉമ്മിയുടെ റൂമിലേക്ക് പോയി. പടച്ചോനെ, പണി പാളി. അമ്മായി, ഞാനിപ്പോൾ വരാം. ആ, എവിടെ പോണ്? ആദ്യമൊക്കെ വന്ന എൻ്റെ അടുത്തുനിന്ന് പോകാത്ത ചെക്കനായിരുന്നു. ഞാൻ മനസ്സിൽ പറഞ്ഞു, ഇപ്പോഴും അങ്ങനെ തന്നെയെന്ന്. ഞാൻ പയ്യെ ഉമ്മിയുടെ റൂമിലേക്ക് വെച്ച് പിടിച്ചു. അല്ല, എന്താണിത്? എൻ്റെ സുന്ദരിക്കുട്ടിക്കൊരു പിണക്കം. കൊഞ്ചാതെ മാറിയ ചെക്ക. അങ്ങനെ പോവല്ലേ ഉമ്മി, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. അതവിടെ നിൽക്കട്ടെ. ഇന്നലെ എന്തായിരുന്നു നീ ഐഷുവിൻ്റെ റൂമിൽ കാട്ടിക്കൂട്ടിയത്? ഞാൻ ഷോക്കടിച്ച് അവിടെ ഇരുന്നു. ഞാൻ ഉമ്മി എന്തൊക്കെയാണ് പറയുന്നത്? കുഞ്ഞാൻ്റേത് എനിക്കൊന്ന്
എനിക്കൊന്നുമില്ല. പറഞ്ഞു തീരുന്നതിന് മുന്നേ കിട്ടി ഒരെണ്ണം. ടപ്പേ! 7 ലോകം കണ്ടു ഞാൻ വീണു. അടിയുടെ ആഘാതത്തിൽ ഒന്നും മിണ്ടാൻ പറ്റില്ല. നിനക്കെന്നോട് സ്നേഹമാണെന്ന് നടിച്ചാണ് ഞാൻ നിൻ്റെ എല്ലാ തോന്നിവാസത്തിനും കൂട്ടുനിന്നത്. ഉമ്മി സോറി. ഈ കണക്കിന് നീ അവളുമാരെയും ചെയ്യുമല്ലോ. ഉമ്മി പ്ലീസ് നിർത്ത്. ഞാനിനി ഒന്നും മിണ്ടുന്നില്ല ആരോടും. പോരെ, ഞാൻ വരുന്നില്ല ഇനി കുടുംബത്തിലേക്ക്. ഉമ്മി പേടിക്കണ്ട. ഞാൻ റൂമിൽ നിന്ന് നേരെ പോയി ബൈക്കെടുത്ത് പുറത്തേക്ക് പോയി. ഒന്നും വേണ്ടായിരുന്നു. പഴയതുപോലെ എൻ്റെ വീട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും ഞാൻ? എൻ്റെ ഉള്ളിലെ ഷെയ്ത്താനാണ് എല്ലാത്തിനും കാരണം. ഞാൻ ഇനി പോകുന്നില്ല അങ്ങട്. ഐഷ കുളിച്ചു വന്നപ്പോഴേക്കും ഷാഹിനയും കുളിച്ചു വന്നു. ഇത്താ ബൈക്ക് കാണുന്നില്ലല്ലോ. നിച്ചു എന്തേ? എനിക്കൊന്നും അറിയില്ല. അവൻ ബൈക്കെടുത്ത് എങ്ങടോ പോയി. അവൻ എന്തിനാ പോയേ? എന്തിനാ ഇത്ത അവനെ ഇന്ന് പുറത്തേക്ക് വിട്ടേ? അല്ല, എനിക്കില്ലാത്ത ടെൻഷൻ എന്തിനാ നിനക്ക് ഐഷ? അവൻ എൻ്റെ മോനല്ലേ. നിൻ്റെ ആരാണ്? എൻ്റെ ആരാന്നോ? ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവൻ എൻ്റെ കൂടെ മോനല്ലേ. ഷാഹിന ദേഷ്യത്തോടെ നോക്കിയിട്ട് അവളുടെ റൂമിലേക്ക് പോയി. ജാസ്മി ചോദിച്ചു, ഇത്താക്കിതെന്ത് പറ്റി? അറിയില്ല ജാസ്മി, ഞാൻ ഒന്ന് ചോദിച്ചിട്ട് വരാം. ഐഷ നേരെ ഷാഹിനയുടെ റൂമിൽ ചെന്ന് കഥ കടച്ചു. എന്നിട്ട് ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? രാവിലെ തുടങ്ങിയാണല്ലോ. പറയാണ്ട് ഉള്ളിക്കൊണ്ട് നടന്ന ഞാൻ എങ്ങനെ അറിയും? നിനക്ക് പ്രശ്നം എന്താണെന്ന് അറിയണോ അല്ലേ? ഇന്നലെ എന്താ നിങ്ങൾ കാണിച്ചു കൂട്ടിയ റൂമിൽ? അപ്പോൾ അതാ അല്ലേ കേസ്? അത് തന്നെയാണ് കേസ്. അതവിടെ നിൽക്കട്ടെ. എനിക്ക് വേറെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്ത്? ഞാനും അവനും കാട്ടിക്കൂട്ടിയതൊക്കെ, പക്ഷേ സ്വന്തം ഉമ്മയും മോനും കാട്ടിക്കൂട്ടിയതോ? ഷാഹിന ഇടിവെട്ടേറ്റ പോലെ ഞെട്ടി നിന്നു. എന്താ നീ പറഞ്ഞേ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ല. പറയാൻ പാടില്ല, ചെയ്യാല്ലേ. ഞാൻ കീഹോളിലൂടെ കണ്ടതാണ് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്. ഞാൻ വിളിച്ചില്ല എങ്കിൽ നിങ്ങൾ മൊത്തം ചെയ്യൂലായിരുന്നു അവനുമായിട്ട്. ഷാഹിന മെല്ലെ ബെഡിലിരുന്നു. ഐഷ അപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ പറ്റിപ്പോയതാണ്. അത് തന്നെയാണിത്താ എനിക്ക് സംഭവിച്ചത്. നമ്മുടെ ഭർത്താക്കന്മാർക്ക് നമ്മളെ വേണ്ടെങ്കിൽ പിന്നെ നമുക്കെന്തിനാ? ഷാഹിന, എന്നാലും എനിക്കെന്തോ പോലെ. ആരേലും അറിഞ്ഞാൽ? ഐഷ, ആരറിയാൻ? എന്തായാലും പുറത്തു പോകുന്നതിലും ഭേദമല്ലേ സ്വന്തം കുടുംബത്തെ. ഉമ്മി, അപ്പോൾ റംസിയും നിംസിയും അറിഞ്ഞാൽ? അവരറിയാൻ അവരെ നമുക്ക് കെട്ടിച്ചു വിട്ടാൽ പോരെ? പിന്നെ നമുക്ക് സുഖമായി ജീവിച്ചൂടെ? എന്നാലും ഐഷ, ഒരെന്നാലും ഇല്ലിത്താ. വന്നേ, ഇപ്പോൾ തന്നെ ജാസ്മിക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇനി അധികം പിടി കൊടുക്കണ്ട. ഷാഹിനയും ഐഷയും പുറത്തേക്ക് വന്നു. ജാസ്മി ചോദിച്ചു, എന്താണ് രണ്ടും കൂടി ഒരു ചുറ്റിക്കളി? ഐഷ പറഞ്ഞു, അതിത്താ കൊള്ളതാണ്. അവൻ നിങ്ങളുടെ കൂടെ വരുവല്ലേ, അതിൻ്റെ വിഷമം കാണിച്ചതാണ്. അയ്യേ, അതിനാണോ ഇങ്ങനെ കാണിക്കുന്നത്? കൊള്ളാം, അടിപൊളി. വൈകിട്ട് 5 മണിയോടുകൂടെ ബഷീറും ഹംസയും വീട്ടിലേക്ക് വന്നു. ബഷീർ പറഞ്ഞു, അപ്പം നമുക്ക് പോകാം അല്ലേ? ജാസ്മിൻ, അതിന് ചെക്കൻ ഇവിടെ ഇല്ല. അവൻ ഉച്ചയ്ക്ക് ബൈക്കെടുത്ത് പോയതാണ്, ഇതുവരെ വന്നിട്ടില്ല. ബഷീർ, ബെസ്റ്റ്, അവൻ മുങ്ങിയതായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ഷാഹിന പറഞ്ഞു, എൻ്റെ മോൻ അങ്ങനെ മുങ്ങത്തൊന്നുമില്ല. ബഷീർ, എൻ്റെ പൊന്നു ഷാഹി, ഞാൻ നിന്നെ വെറുതെ ചാടിച്ചതല്ലേ. നോക്കാം, അവൻ വരട്ടെ. ഷാഹിന, അവൻ്റെ ഫോണിൽ വിളിക്കുന്നുണ്ട്, എടുക്കുന്നില്ല അവൻ. കുറച്ച് കഴിഞ്ഞ് ഷാഹിനയുടെ ഫോണിലേക്കൊരു കോള് വന്നു. അപ്പോൾ തന്നെ കട്ടായിപ്പോയി. ഈ ചെക്കൻ കളിപ്പിക്കുകയാണ് ഐഷ. നിൽക്കിത്ത, ഞാൻ എൻ്റെ ഫോണിൽ നോക്കട്ടെ. ഐഷ നിയാസിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. കുറച്ചു നേരം അടിച്ചതിന് ശേഷം ഫോൺ എടുത്തത് ഒരു അപരിചിത സൗണ്ടാണ്. ഹലോ നിച്ചു. ഓ അത് നിച്ചു എന്നല്ലേ പേര്? ഐഷ ചോദിച്ചു. ഹലോ, ഇതാരാ? ഹലോ, പേടിക്കണ്ട മാം, നിച്ചുവിനൊരു ചെറിയ ആക്സിഡൻറ്റ്. അല്ല, എന്താ പറ്റിയ എൻ്റെ മോന്? ഒരു വണ്ടി വന്നപ്പോൾ അയാൾ ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. വണ്ടി മുട്ടിയിട്ടില്ല, അയാൾ വണ്ടിയിൽ നിന്ന് മറിഞ്ഞു വീണു. നിങ്ങൾ പേടിക്കണ്ട, ഒന്നും പറ്റിയിട്ടില്ല. എവിടെയാ അവൻ? ജൂബിലി ഹോസ്പിറ്റലിലാണ്. ബാക്കി ഇവിടെ വന്നിട്ട് പറയാം. ഫോൺ കട്ടായ ശേഷം ഐഷ എങ്ങനെ ഷാഹിനയോട് പറയും എന്നുള്ള ടെൻഷനിലായിരുന്നു. ഇത്താ, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം. എന്തു പറ്റി ഐഷ എൻ്റെ മോന്? ഒന്നുമില്ലാത്ത, അവൻ ചെറുതായി വണ്ടിയിൽ നിന്ന് വീണു.
പറഞ്ഞു തീരുന്നതിന് മുന്നേ ഷാഹിന ബോധം കെട്ട് വീണു. ഷാഹിനാനെ വിളിച്ചുണർത്തി. എൻ്റെ മോൻ, എനിക്കെൻ്റെ മോനെ കാണണം ആയിഷ. അപ്പോൾ ഹംസ പറഞ്ഞു, നീ കരയാതിരിക്ക് ഷാഹി, നമുക്കിപ്പോൾ പോവാം. ജാസ്മിയും ഐഷയും റെഡിയായി വന്നു. ജാസ്മി, നീ വണ്ടി ഓടിച്ചോളൂല്ലേ? എനിക്കെന്തോ തലവേദനിക്കുന്നു, കുറേ നേരം ഓടിച്ചതല്ലേ. എന്നാൽ നിങ്ങൾ വരണ്ട, ഇവിടെ പിള്ളേരോടൊപ്പം ഇരുന്നോ. ജാസ്മി ബലോനയുടെ കീ എടുത്ത് കാറ് തിരിച്ചു നിർത്തി. അവരവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല, ആളുടെ വലത് കൈക്കും ഇടത് കാലിനും ചെറിയ ഫ്രാക്ചറുണ്ട്, നല്ല റെസ്റ്റ് വേണം ആളിന്, ചെറുതായി തലയും പൊട്ടിയിട്ടുണ്ട്. ഷാഹിന കരയാൻ തുടങ്ങി. അപ്പോൾ അവിടെ നിന്നയാൾ പറഞ്ഞു, ഹലോ, എന്തിനാ ഇങ്ങനെ കരയുന്നേ? ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം. അതുപോലെ തിടിയാ അടിച്ചത്. വണ്ടി ഇനി കിട്ടിയിട്ട് കാര്യമില്ല, ഭാഗ്യത്തിന് ആൾ തെറിച്ചു വീണു. ഹംസ ചോദിച്ചു, എന്താ സംഭവിച്ചേ? എന്താ നിങ്ങളുടെ പേര്? എൻ്റെ പേര് വേലായുധൻ, ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ്. ആള് നല്ല സ്പീഡായിരുന്നു. ഒരു ലോറി വന്നപ്പോൾ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. ആ ഡ്രൈവർ വെട്ടിച്ചില്ലെങ്കിൽ ഇപ്പോൾ കാണായിരുന്നു. വലിയ ഉപകാരം ഞങ്ങളുടെ മോനെ രക്ഷിച്ചതിന്. ഇതാ, ഇതിരിക്കട്ടെ. അയാൾ ഹംസ കൊടുത്ത നോട്ടുകെട്ടുകൾ തിരിച്ച് ഹംസയുടെ പോക്കറ്റിൽ തന്നെ വെച്ചു. അയ്യോ, ഇതൊന്നും വേണ്ട ചേട്ടാ, ആളുടെ ജീവൻ രക്ഷപ്പെട്ടില്ലേ, അത് മതി. ഷാഹിന, എനിക്കൊന്ന് എൻ്റെ മോനെ കാണാൻ പറ്റുമോ? ഐഷ, വാ, നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. എക്സ്ക്യൂസ് മീ ഡോക്ടർ. യെസ്, ഇതവൻ്റെ ഉമ്മയാണ്, ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ? കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ബട്ട് ഡിസ്റ്റർബ് ചെയ്യരുത്, ആള് സെഡേഷൻ്റെ മയക്കത്തിലാണ്. ഷാഹിന, ഇല്ല ഡോക്ടർ, എനിക്കൊന്ന് കണ്ടാൽ മതി. ഓക്കെ. ഷാഹിന അവൻ്റെ റൂമിൽ കയറിയപ്പോൾ ആള് നല്ല മയക്കത്തിലാണ്. സിസ്റ്റർ പറഞ്ഞു, മാഡം ശല്യം ചെയ്യരുത്, വേഗം പോണം. ഷാഹിന അവൻ്റെ നെറുകയിലൊരു ഉമ്മ കൊടുത്തു മെല്ലെ റൂമിൽ നിന്ന് ഇറങ്ങി. ഇത്ത വിഷമിക്കണ്ട, നാളെ അവനെ റൂമിൽ കൊണ്ടുവരൂലേ? എന്നാലും ഞാൻ കാരണമല്ലേ എൻ്റെ മോൻ. ഇത്താക്ക് പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? നിയാസ് ജലീൽ ആരെങ്കിലും ഉണ്ടോ? നേഴ്സ് വിളിച്ചു പറഞ്ഞു. ഹംസ വന്നു. ഫാർമസിയിൽ നിന്ന് മരുന്ന് വാങ്ങാനായിരുന്നു. അതെല്ലാം മുറ പോലെ നടന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിച്ചുവിനെ ഡിസ്ചാർജ് ചെയ്തു. അവൻ്റെ കോളേജിൽ പോക്ക് ഇത് കാരണം നീണ്ടു. ഷാഹിന അവനെ കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ പരിചരിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിൻ്റെ 2ാം നാൾ ഞാൻ റൂമിൽ കിടക്കുവാണ്. കുഞ്ഞ റൂമിലേക്ക് വന്നു. കുറവുണ്ടോ കുട്ടാ? എൻ്റെ അടുത്തിരുന്ന് എൻ്റെ തല തലോടിക്കൊണ്ടാണ് ചോദിച്ചത്. മുഖം കണ്ടാൽ തന്നെ അറിയാം, നല്ല സങ്കടമുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എൻ്റെ കുഞ്ഞാസേ, നല്ല വേദന കൈക്കും കാലിനും. വണ്ടി ഓടിക്കുമ്പോൾ വേറെ എന്തെങ്കിലും ആലോചിച്ച് ഓടിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഞാൻ എന്നാ പോട്ടെ. ഇരിക്കു കുഞ്ഞാ. ഈ ചെക്കൻ ഡാ പണിയുണ്ട് അവിടെ, ഉമ്മയുള്ളതുകൊണ്ട് അടുക്കളയിലാണ്. കുഞ്ഞാ എൻ്റെ കൂടെ കിടക്കുമോ? അയ്യടാ, ചെക്കൻ്റെ ഒരു പൂതിയേ, കൈയും കാലും ഒടിഞ്ഞു, എന്നാൽ ഇതിനൊരു കുറവില്ലല്ലേ? അയ്യേ, അതിനല്ല, പിന്നെ കുഞ്ഞയ്ക്ക് നല്ല സൂപ്പർ സ്മെല്ലാണ്. പോയി പെണ്ണ് കെട്ടടാ ചെക്ക. അവൻ്റെ ഒരു മണപ്പിക്കൽ. ആ, എൻ്റെ തലക്കിട്ട് ഒരു കിഴുക്കും തന്ന് കുഞ്ഞ പോയി. അപ്പം അതുപോലെ ഉമ്മി എനിക്കുള്ള ഫുഡുമായി വന്നു. ഞാൻ ഉമ്മിക്ക് ബെഡിലിരിക്കാൻ സ്പേസ് കൊടുത്തിട്ട് ഉമ്മി ഇരുന്നപ്പോൾ ഞാൻ ഉമ്മിയുടെ മടിയിലേക്ക് തലവെച്ച് കിടന്നു. മയങ്ങാണ്ട് എണീച്ചിരുന്നേ ചെക്ക, എനിക്ക് വേറെ പണിയുണ്ട്. ഉമ്മിക്ക് എന്താ ഇപ്പോൾ എന്നോടൊരു സ്നേഹവും ഇല്ല എന്നാര് പറഞ്ഞു? ഉമ്മിക്ക് മുത്തിനോട് സ്നേഹം മാത്രമേ ഉള്ളൂ. നീ വേണ്ടാതിനം വല്ലതും കാണിച്ച് പരിക്ക് കൂടുതൽ വഷളാക്കേണ്ട. ആദ്യം നീ പരിക്കെല്ലാം മാറി മിടുക്കനായി വാ. ഒരാഴ്ചയ്ക്ക് ശേഷം വാപ്പി വന്നു. കുഞ്ഞാപ്പ ജോലിത്തിരക്ക് കാരണം അവിടെ നിന്നു. എനിക്കിപ്പോൾ സ്റ്റിക്ക് ഉപയോഗിച്ച് മെല്ലെ താങ്ങി നടക്കാം. കയ്യിലെയും കാലിലെയും വേദനയെല്ലാം മാറി. എന്നാലും പ്ലാസ്റ്റർ ഉള്ളതിനാൽ എന്തോ ഒരു തരിപ്പ്. വാപ്പി എൻ്റെ കോളേജിൽ വിളിച്ച് ലീവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ശരിയാക്കി. കൂടുതൽ ടൈമും ഞങ്ങളുടെ ഒപ്പം തന്നെ ചിലവഴിച്ചു. നിൻസിയുടെ കല്യാണവും ശരിയാക്കി. പൂർണ്ണമായി ഇല്ലേലും വാപ്പിയോടുണ്ടായിരുന്ന ഉമ്മയുടെ വെറുപ്പും ശകലം മാറി തുടങ്ങി. നിൻസിയുടെ കല്യാണം കഴിഞ്ഞ് വാപ്പാടെ ലീവും കഴിഞ്ഞ് തിരികെ പോയ ശേഷം ഉമ്മി എനിക്ക് തന്ന വാക്ക് പാലിച്ചു. അതെങ്ങനെയാണെന്നൊക്കെ വിശദമായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ബാക്കി അറിയാൻ താല്പര്യമുള്ളവർ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഉടനെ തന്നെ ബാക്കി ഇടും.
അപ്പോൾ വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന.